ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. കാളിം മേഘസമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം ഖേടകപാലധാരുവശിരകൃത്വാഖരാഗ്രേഷു ച ഭൂതപ്രേതപിശാചമാതൃസഹിതാം മുണ്ഡസ്രജാലങ്കൃതാം വന്ദേ ദുഷ്ടാം വസൂരികാദിവിപദാം സംഹാരിണീം ഈശ്വരീം. തത്പ്രസീദ മഹാകാളീ കണ്ഠേ കാളി കലാവതി ഭദ്രം ദേവി ത്വമസ്മഭ്യം ഭദ്രകാളി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഖഡ്ഗം ചക്രഗദേഷു ചാപപരിഖാൻ ശൂലം ഭുഷുണ്ഡിം ശിരശംഖം സംദദതീം കരൈതൃനയനാം സർവാംഗഭൂഷാവൃതാം നീലാശ്മദ്യുതിം അസ്യ പാദദശകാം സേവേ മഹാകാളികാം. യാമസ്തൗ സ്വപിതേ ഹരൗ കമലജോ ഹന്തും മധും കൈഢഭം. ശ്രീമത് ശങ്കരപാണി പല്ലവഗിരല്ലോലംബമാലോല സത്മാലോല കലാപകാളകപരി ഭരാവലി ഭാസുരി. കാരുണ്യാമൃതവാരിരാശിലഹരി പീയൂഷവർഷാവലിം ബാലാംബാം ലളിതാളകാമനുദിനം ശ്രീഭദ്രകാളിം ഭജേ. ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹേ തന്നോ കാളി പ്രചോദയാത്. ഓം ജഗദംബികായേ നമഃ. ഓം ജഗദംബികായേ നമഃ. ഓം ജഗദംബികായേ നമഃ. ഓം ഭദ്രകാളീ നമഃ. ഓം ഭദ്രകാളീ നമഃ. ഓം ഭദ്രകാളീ നമഃ. ഹരേ നാരായണ 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 ഹരേ നാരായണ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വാസുദേവൻ എന്നാണ്. ദേശമംഗലത്താണ് എൻ്റെ വീട്. ഇന്ന് അമ്മയുടെ സന്നിധിയിൽ വെച്ച് ഇങ്ങനെ ഒരു ഭക്തി പ്രഭാഷണം നടത്താൻ ഒരു അമ്മ തന്ന ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ തീരുമാനങ്ങളാണ് എല്ലാം. ആരാണ് ഭദ്രകാളി എന്നുള്ളത്, എന്താണ് ഭദ്രകാളി എന്ന് പേര് വരാനുള്ള കാരണം, ഭദ്രകാളി അമ്മയുടെ മഹാത്മ്യം എന്താണ്, മഹത്വം എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ വിചാരിച്ചതല്ല. പക്ഷേ ഇന്ന് അങ്ങനെ പറയാനുള്ള ഒരു മനസ്സിൽ അമ്മ തോന്നിപ്പിച്ചതാണ്. അതായത് അമ്മ ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയണതാണ്. എന്നാലും നമ്മളെല്ലാം കുറേ കൺഫ്യൂഷൻ മാസ്റ്റേഴ്സാണ്. നമ്മളുടെ ഇപ്പോൾ പൂജാമുറിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംമാതിരി ദേവന്മാരുണ്ട്. എത്ര ഫോട്ടോ ഉണ്ടായിരിക്കും, ആരെ പൂജിക്കണം, ആരൊക്കെ പുഷ്പങ്ങൾ അർപ്പിക്കണം എന്നുള്ള ചിന്തകളോടൊക്കെ കൂടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. ആരെ പൂജിച്ചാലാണ്, നല്ല ദേവിയെ പൂജിക്കണോ അതോ ദേഷ്യമുള്ള സംഹാരരൂപിണിയായിട്ടുള്ള ദേവിയെ പൂജിച്ചാൽ നമുക്ക് എന്ത് വേണം, എന്താണ് ഉണ്ടാവുക എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനുള്ള ആ ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ദേവി നല്ല രൂപത്തിലായാലും, അതായത് ദേവി നന്മയുടെയും തിന്മയുടെയും മൂർത്തിഭാവമാണ് ദേവി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നന്മ മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ, തിന്മ നമ്മൾ ആരും ആഗ്രഹിക്കാറില്ല. അപ്പോൾ
നന്മയാകുന്ന ദേവിയും തിന്മയാകുന്ന ദേവിയും ഒന്നാണെന്നുണ്ടെങ്കിൽ ഈ കൺഫ്യൂഷൻ അതെല്ലാം ഒന്നാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ കൺഫ്യൂഷനൊക്കെ മാറും. അപ്പോൾ ആ ഒരു നിലയ്ക്ക് അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാമെന്നുള്ളതാണ് അമ്മയുടെ ഓർഡർ. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ അമ്മയെ തൊഴുതപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാരുടെ ഒരു ഭാഗ്യം തന്നെയാണ് ഈ പറഞ്ഞ ദേവി എന്നുള്ളത്, ഭദ്രകാളി അമ്മ എന്നുള്ളതാണ്. കാരണം പ്രസന്നവദനയായിട്ട് മാതൃസ്വരൂപിണിയായിട്ടുള്ള അമ്മ ആ മക്കളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലിങ്ങനെ വന്നിട്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും അമ്മയുടെ ദാസന്മാരായും ദാസികളായിട്ടും ആ അമ്മയെ സേവിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ എന്താണ് അമ്മ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഭാരതത്തിൽ ഓരോരോ ദേശത്തും ഈ ശക്തി ദേവതകളെ ഓരോരോ നിലയിൽ ആരാധിക്കുന്ന സമ്പ്രദായമാണ് നമ്മുടെ ഭാരതത്തിൽ എല്ലായിടത്തും ഉള്ളത്. അതായത് പല ഭാഗങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഭാഗങ്ങളിലും പല രൂപങ്ങളിലായിട്ടാണ് ഈ ദേവിയെ ആരാധിക്കുന്നതും ഈശ്വരനെ ആരാധിക്കുന്നതൊക്കെ. ഇപ്പോൾ സരസ്വതി ആയാലും ദുർഗയായാലും ലക്ഷ്മി ആയാലും കാളി ആയാലും എല്ലാറ്റിൻ്റെയും ഒരു പരാശക്തിയെയാണ് നമ്മൾ അത് ആരാധിക്കുന്നത്. ഇതെല്ലാം പോയിട്ട് എവിടെ ചെന്ന് അവസാനിക്കുന്നത്? അതാണ് പറഞ്ഞത്, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഭാവത്തിൽ വേണം നമ്മൾ ഭഗവതിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വിചാരിക്കും സരസ്വതി നമ്മൾ കണ്ടിരിക്കുന്നത് വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്, അതുമാതിരി ദുർഗയെ കണ്ടിട്ടുള്ളത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, മഹാലക്ഷ്മിയെ വേണ്ടത് നമുക്ക് അതായത് ധനത്തിന് വേണ്ടിയിട്ടുള്ള എന്നുള്ള ആ ഭാവനകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്താണ് ദേവി എന്ന് നമുക്കത് മനസ്സിലാക്കണം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, സരസ്വതി ആയാലും ദുർഗയായാലും ലക്ഷ്മി ആയാലും കാളി ആയാലും എല്ലാം ആ ശക്തിയായിട്ടുള്ള ആ പരാശക്തിയാണ് എന്നുള്ളത് ഞാൻ പറയേണ്ടായി. അപ്പോൾ ഈ എന്താണ് ഈ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ശ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നുള്ളതാണ് അർത്ഥം. അതേമാതിരി കൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരാക്രമം എന്നുള്ളതാണ് അർത്ഥം. അത് സംസ്കൃതത്തിലെ അർത്ഥമാണ്. ശ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, മറ്റത് തീ എന്ന് പറഞ്ഞാൽ അതായത് പരാക്രമം. അതായത് ഈ രണ്ട് ഐശ്വര്യവും പരാക്രമവും ആര് തരുന്നുവോ അതാണ് ശക്തി എന്ന് പറയുന്നത്. അതാണ് ശക്തി ദേവതാ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം, എന്താ ഈ ശക്തി എവിടുന്ന് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശതേ ഇതി ഈശ എന്നാണ് ഈശ്വരനെ പറ്റി നമ്മൾ പറയുന്നത്. അപ്പോൾ അതുമാതിരി തന്നെ നമ്മളിപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന വാക്കുകളുടെ എന്താണ് അർത്ഥങ്ങൾ എന്ന് മനസ്സിലായാൽ ആ വാക്കുകളോട് ചേർന്നിരിക്കുന്ന ആ ഭഗവാനെ നമ്മൾക്ക് എന്തുണ്ടാക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ ഈ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുള്ള 5 ശബ്ദങ്ങൾ കൂടിയിട്ടുള്ളതാണ് ഭഗവാൻ. നമ്മൾ നോക്കുമ്പോൾ അതിൽ 4 നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളെ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ചിരിക്കുന്ന, പഞ്ചഭൂതങ്ങളെ നയിക്കുന്ന, പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് ഭഗവാൻ. ഭ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്നുള്ളതാണ്. അത് പിന്നെ ഗ എന്ന് പറഞ്ഞാൽ ഗഗൻ ഗഗൻ എന്ന് പറഞ്ഞാൽ ആകാശം എന്നേ അർത്ഥമുള്ളൂ. ഗഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായുദേവനാണ്, അതായത് വായുവാണ്. പിന്നെ ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകാരം, ഭഗവാന്റെ അകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഗ്നിദേവനാണ്. അതുമാതിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീര് എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ ജലം എന്നർത്ഥം. അങ്ങനെ ഈ ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം, ഈ പഞ്ചഭൂതങ്ങള് ആരാണോ എവിടുന്നാണോ ഉണ്ടായത് അതിനെയാണ് ഭഗവാൻ എന്നുള്ള ശബ്ദത്തില് പറയണത്. ഭഗവാനെ പറ്റിയിട്ടൊക്കെ ഈശ്വരനെ പറ്റിയിട്ടൊക്കെ ഭാഗവതത്തില് നല്ല അർത്ഥങ്ങൾ പറയുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മം എന്താണ്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്, വേറൊന്നുമല്ല. അപ്പോൾ
ഭാഗവതത്തിൽ പറയുന്നുണ്ട്, വദന്തി തത് തത്വവിദ തത് തത്വം യത് ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് പറയുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? അതായത് പറയപ്പെടുന്നു, എന്ത് പറയപ്പെടുന്നു, ആരാൽ പറയപ്പെടുന്നു? തത്വവിദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരമുള്ള ആളുകള് പറയുന്നു. എന്താണ്? തത് തത്വം, ആ തത്വത്തെ എന്താണ്? യത് ഏതാണോ ജ്ഞാനം, അതുമാതിരി അദ്വയം, അദ്വയം പറഞ്ഞെങ്കിൽ രണ്ടല്ലാത്ത ഭാവം, ദ്വൈതഭാവം ഇല്ലാത്ത ഭാവം, അതിനെയാണ് ബ്രഹ്മേതി ബ്രഹ്മമെന്നും പരമാത്മേതി പരമാത്മാവ് എന്നും ഭഗവാൻ എന്നും ഇതി ശബ്ദതേ. അതാണ് ഈ ഒറ്റ വാക്കിന്റെ മുകളിൽ ഭഗവാന്റെ ഡെഫിനിഷൻ പറഞ്ഞെങ്കിൽ, അതായത് ജ്ഞാനസ്വരൂപനായിട്ടുള്ളതാണ്, അത് ഏകനായിരിക്കുന്ന ഭഗവാനാണ്. അത് തന്നെയാണ് ഭാഗവതത്തിൽ അഹം ഏവ അഗ്രേ എന്നൊക്കെ പറഞ്ഞ കുറെ ശ്ലോകങ്ങൾ ഭാഗവതത്തിലൊക്കെ ഉണ്ട്. അതേമാതിരി നമ്മൾ ചെല്ലാറുണ്ട്, പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഈ അർത്ഥങ്ങളൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ പൂർണ്ണനാണ്. ആ പൂർണ്ണതയിലുള്ള എന്താണോ ഉള്ളത് അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോ അതുമാതിരി തന്നെ നമുക്ക് പറയാം, അതായത് ഈ എന്താ പറയാ, വദന്തി തത് തത്വവിദ തത്വം എന്നുള്ളത് തന്നെ ആ പല ഭാവങ്ങളില് അഹമേവ ആസമേവ അഗ്രേ ന അന്യത് സദസത്പര, ഏത് സദസത്പരം എന്ന് പറയുന്ന പോലെ തന്നെ വേറൊരു വാക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ളൊരു വാക്കുണ്ട്, ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളത് ഉള്ളതല്ല, ഉള്ളതുള്ളിൽ ഉള്ളതത്രേ. സംസ്കൃതം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നൊന്നും വരില്ല. അതിന് മലയാളത്തിൽ പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, ഉള്ളതൊന്നും ഉള്ളതല്ല. എന്താ? ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളൊന്നും ഉള്ളതല്ല. ഉള്ളതല്ല പറഞ്ഞതിന്റെ അർത്ഥം സത്യമല്ല. ഭഗവാൻ സത്യസ്വരൂപനാണ്. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല. എന്താണോ ഉള്ളത് അത് നാശമില്ലാത്ത വസ്തുവാണ്. ഉള്ളതിന് നാശമില്ല. ഇനിയോ നാശമുള്ളത് ഉള്ളതല്ല. എന്താണോ നശിച്ചു പോകുന്നത് അത് സത്യമല്ല. പിന്നെന്താണ് സത്യമായിട്ടുള്ളതാണ്? ഉള്ളത് ഉള്ളിൽ ഉള്ളതത്രേ. എന്താണോ ഉള്ളത് അത് എവിടെ ഇരിക്കണു? നമ്മുടെ ഉള്ളിലിരിക്കണു എന്നാണ് പറയുന്നത്. അതാണ് ബ്രഹ്മം എന്നുള്ളൊരു വാക്കിനെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതുമാതിരി അതായത് നമുക്കിപ്പോ പരമാത്മാവിന്റെ ഈ ദേവിയുടെ ഭാവങ്ങൾ, നമ്മൾ ദേവിയെ പറ്റിയിട്ട് പറഞ്ഞു, അതായത് ഭഗവാന്റെ ശക്തിയാണ് ദേവി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ ശക്തി, അതായത് നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ജീവാത്മാവിന്റെ ശക്തി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കറിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളുടെ വീട്ടില് മിക്സി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, അതുമാതിരി ലൈറ്റുകളുണ്ട്, എല്ലാറ്റിനും ഉണ്ട്. അതിനൊക്കെ ഓരോ രൂപങ്ങളും ഭാവങ്ങളും ഉണ്ട്. പക്ഷേ അതിനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്ത് വേണം? കറണ്ട് എന്ന് പറഞ്ഞൊരു സാധനം വേണം, ഇല്ലേ? ആ കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും വർക്ക് ചെയ്യില്ല. അതായത് അതേമാതിരി ഇപ്പൊ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ തണുത്തത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് തന്നെ വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ പ്രവർത്തിപ്പിക്കുന്ന വസ്തു എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കറണ്ടാണ്. ആ കറണ്ടിന് എന്താണ്? രൂപമില്ല, ഭാവമില്ല, ഭേദമില്ല. എന്നാലോ എന്താ ഉള്ളത്? ആ കാണുമ്പോൾ എല്ലാം പല രൂപങ്ങളിലുണ്ട്. അതിനെയൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഈ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ടിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? കറണ്ടിനെ കാണാൻ പറ്റില്ല. കറണ്ടിനെ കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്? അനുഭവത്തിൽ കൂടെ മാത്രമേ കറണ്ടിനെ കാണാൻ പറ്റുള്ളൂ. അതേമാതിരി ഭഗവാനെ കാണണം എന്നുണ്ടെങ്കിൽ അനുഭവ സ്വരൂപേണ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ കറണ്ടിനെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക? തീർച്ചയായിട്ടും ഷോക്കടി പറഞ്ഞാൽ എന്താണ്? അതൊരു അനുഭവമാണ്. അപ്പോ ആ ഭഗവാനെ അനുഭവിക്കുന്നത് എങ്ങനെ അനുഭവിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാനെ പറ്റി മനസ്സിൽ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു അനുഭൂതിയാണ് നമ്മൾ അനുഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് നമുക്ക് ഭഗവതരം ഉടക്കി വരാം. ഭാഗവതത്തിലേക്കാണ് കയറണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭദ്രകാളിയെ പറ്റി പറയാനാണ് എനിക്കുള്ള ഓർഡർ. അപ്പൊ ഭാഗവതത്തിൽ പോയാൽ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോ
ഈ ദേവിയുടെ ഭദ്രകാളി ദേവിയുടെ ഭാവങ്ങളാണ്. അതായത് ഞാൻ പറഞ്ഞു നമ്മൾ പരമേശ്വരി, അതായത് പരമേശ്വരനും പരമേശ്വരിയും. പരമേശ്വരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ പരമാത്മാവ് എന്ന് പറയാം. അതുമാതിരി ആ പരമാത്മാവിന്റെ ശക്തിയെയാണ് പരമേശ്വരി എന്ന് പറയണത്. അപ്പോൾ രണ്ടും രണ്ടല്ല, ഒന്നാണ്. അതായത് ഇപ്പോൾ കൃഷ്ണനും രാധയും എങ്ങനെയാണോ ഒന്ന്, ഞാൻ രാധ എന്നാ പറഞ്ഞ, രുക്മിണി എന്നല്ല പറഞ്ഞു കേട്ടോ, കൃഷ്ണനും രാധയും എന്നാ പറഞ്ഞത്. അതേമാതിരി അതാണ് രാധാകൃഷ്ണൻ എന്നുള്ള പേര്. രാധ എന്നുള്ള പേര് ഭാഗവതത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ശ്രീമദ് ഭാഗവതത്തിൽ രാധയെ പറ്റി പറഞ്ഞിട്ടില്ല, രുക്മിണിയെ പറ്റിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രാധയെ പറ്റി പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം, രാധ എന്ന് പറഞ്ഞ ജീവനെ അർത്ഥമുള്ളൂ. അതാ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാത്മാവിന് അർത്ഥമുള്ളൂ. ആ ജീവാത്മ പരമാത്മാ സംബന്ധമാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവൻ രാധയാണ്. ആ രാധ കൃഷ്ണനെ പറ്റിയിട്ട് പറയുമ്പോൾ ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന പറയണത്. അതുകൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് രാധയെ പറ്റി വർണ്ണിച്ചില്ല. രാധയെ പറ്റിയിട്ട് ഭാഗവതത്തിലെ ഒരു സ്ഥലത്ത് മാത്രമേ വർണ്ണിച്ചിട്ടുള്ളൂ. അതും ആ രാധയുടെ പേര് പറയാണ്ടെയാണ് ശ്രീശുക ബ്രഹ്മർഷി വർണ്ണിച്ചിരിക്കുന്നത് എന്ന് പറയണത്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാധയെ പറ്റി പറയുമ്പോൾ, അതായത് ശ്രീശുക ബ്രഹ്മർഷി നിർവാണ സുഖത്തിലേക്ക് പോകുന്ന പറഞ്ഞത്. അപ്പോ നിർവാണ സുഖം കൊടുക്കുന്നത് ആരാണ്? രാധയാണ്. അപ്പോ രാധയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രീശുക ബ്രഹ്മർഷി ഉണ്ടാതിരിക്കും. അപ്പോൾ 7 ദിവസം സമയമുള്ളൂ, തക്ഷകം കടിക്കുന്നുള്ളത് 7 ദിവസം സമയമുള്ളൂ. അപ്പൊ 7 ദിവസത്തിന്റെ ഉള്ളിൽ എന്തുണ്ടാവണം? അത് മോക്ഷം വാങ്ങിച്ചു കൊടുക്കണം. ആർക്ക്? പരീക്ഷിത് മഹാരാജാണ്. അതാണ് ശ്രീശുക ബ്രഹ്മർഷിയുടെ ടാർഗറ്റ്. അതാണ് ഭഗവാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരെ? ശ്രീശുകനെ പറഞ്ഞിരിക്കുന്നത് പരീക്ഷിത് മഹാരാജാവിന് മോക്ഷം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ രാധയെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് സൈലന്റ് ആവും. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ്. കൃഷ്ണനെ പറ്റിയിട്ട് മനസ്സിലാകെ ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്താ കൃഷ്ണന്റെ രൂപം എന്താ ഓർമ്മ വരിക? ചെറിയൊരു കുഞ്ഞു കൃഷ്ണൻ അല്ലേ? അങ്ങനല്ലേ നമുക്ക് ഓർമ്മ വരിക? അതായത് നമ്മൾ കാണുമ്പോൾ പട്ടുകോണൊക്കെ എടുത്തിട്ട് ചെറിയൊരു ഉണ്ണി, ആ രൂപത്തിൽ ഗുരുവായൂരപ്പൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വലിയൊരു മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആദ്യം ഓടി വരിക എന്താണ്? ഒരു ഉണ്ണിക്കണ്ണന്റെ രൂപമാണ് ഓടി വരിക. ആ ഉണ്ണിക്കണ്ണന്റെ രൂപം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടാണ്ട് ഒരു പട്ടുകോണൊക്കെ കൊടുത്ത് അത് ഉടുത്തണ്ടെങ്കിൽ ഉടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു രൂപത്തിലാവും നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്താ അനുഭവം ഉണ്ടാവുക? ആനന്ദം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ആ കണ്ണനെ കാണുമ്പോഴുള്ള ആനന്ദം അത് വർണ്ണിക്കാൻ തന്നെ പറ്റില്ല എന്നാ പറയാ. അങ്ങനെ ആ കണ്ണന്റെ രൂപത്തിൽ നമ്മൾ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ ആ ഭഗവാൻ അത് ആരെ മറന്നു പോവും. അതേ അവസ്ഥയാണ് ശ്രീശുക ബ്രഹ്മർഷിയുടെ ജീവന്റെ അവസ്ഥ. അതായത് ആ രാധയെ പറ്റി വർണ്ണിക്കുകയാണെങ്കിൽ ആനന്ദം നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന പറഞ്ഞത്. രാധയ്ക്ക് കൃഷ്ണൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ആ രാധയെ കൂട്ടി പറയുമ്പോൾ രാധാകൃഷ്ണ ബന്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പിന്നെ നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല, വർത്തമാനം പറയാൻ പറ്റില്ല. നമ്മൾ ഇതേമാതിരിയൊക്കെയാണ്. ഇത് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രഭാഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം ലയിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടുന്നൊക്കെ വെള്ളം വരികയൊക്കെ ചെയ്യുന്ന വാക്ക് തൊണ്ടയിടറും. അങ്ങനെയൊക്കെ ആ ഭാവങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്, എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആ ശ്രീശുക ബ്രഹ്മർഷി എന്ത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ രാധയെ പറ്റിയിട്ട് വർണ്ണിച്ചില്ല. എന്നാൽ ഗോപികാഗീതത്തിലെ എല്ലാ ഗോപികമാരും കൂടിയിട്ട് അഹങ്കരിച്ചു എന്നാണ് പറഞ്ഞത്. ഇത് എൻ്റെ കൃഷ്ണനാണ്, എൻ്റെ കണ്ണനാണെന്നൊക്കെ പറഞ്ഞ് ആ ഭഗവാനോടുള്ള സ്നേഹങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ അതിൽ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എല്ലാവരുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞു. കൂടെ കൊണ്ടുപോകുമ്പോൾ ഒരു സ്ത്രീയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ആ ഒരു സ്ത്രീയാണ് രാധ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് കൃഷ്ണന് രാധയെ പിരിഞ്ഞിരിക്കാനും വയ്യ, രാധയ്ക്ക് കൃഷ്ണനെ പിരിഞ്ഞിരിക്കാനും വയ്യ. അങ്ങനത്തെ സിറ്റുവേഷൻ്റെ മുകളിൽ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കൃഷ്ണൻ പോകുന്ന വഴിക്ക് ഒരു ഗോപിയെ കൊണ്ടുപോയി എന്ന് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു എന്നാ പറയണത്. ആ ഒരു ഗോപി പോയതിനെയാണ് ആരൊക്കെ എന്തുണ്ടായി? മറ്റുള്ള ഗോപികൾക്ക് അസൂയ ഉണ്ടായി എന്നാ പറയുക. അത് അങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഭഗവാനെ വേണം. ഭഗവാന് വേറൊരാളോട് സ്നേഹം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ആ ഗോപികളുടെ എന്താ പറയുക, ആ ഗോപികളുടെ ഉള്ള അസൂയ എല്ലാവർക്കും ഉണ്ടായി. ആ അസൂയ എന്നുള്ള ആ ഒരു ഭാവം കൂടി ഭഗവാൻ ഗോപികമാരിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സൂത്രപ്പണികളൊക്കെ ഒപ്പിച്ചത്. ഞാൻ തിരിച്ചും ഭാഗവതത്തിലേക്ക് പോകണം. കാരണം ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഭദ്രകാലിനടുത്തേക്ക് തന്നെ വരാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
അതിന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദേവിയുടെ ഭാവങ്ങളാണ് വിദ്യ, അവിദ്യ. എന്താ ഈ വിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവ് എന്ന് പറയാം, അവിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവില്ലായ്മ. അപ്പോൾ എന്തിനും പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്, രാത്രി അതുമാതിരി സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, വിദ്യ ഉണ്ടെങ്കിൽ അവിദ്യയുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ എന്തിനും രണ്ടാമതൊരു ഓപ്പോസിറ്റ് ഉണ്ട്. അങ്ങനത്തെ അതിനാണ് ദ്വൈതഭാവം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭാവം ഭഗവാനില്ല, ഈശ്വരനുമില്ല, ദേവിക്കുമില്ല. അപ്പോൾ വിദ്യ, അവിദ്യ, നന്മ, തിന്മ, സുഖം, ദുഃഖം, ഇങ്ങനെയൊക്കെ ഈ ഭാവങ്ങളൊക്കെയാണ് ദ്വൈത ഭാവങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ആരുടെ ഭാവങ്ങളാണ്? ഭഗവാന്റെ ഭാവങ്ങളല്ല. ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന ആ ശക്തിയെയാണ് എന്ത് പറയണത്? ദ്വൈതഭാവം എന്ന് പറയണത്. അപ്പോൾ വിദ്യയാണെന്നുണ്ടെങ്കിലും അതും ഭഗവതി തന്നെയാണ്, അവിദ്യയാണെന്നുണ്ടെങ്കിലും അതും ഭഗവതി തന്നെയാണ്. നന്മയും ഭഗവതിയാണ്, തിന്മയും ഭഗവതിയാണ്, സുഖവും ഭഗവതിയാണ്, ദുഃഖവും ഭഗവതിയാണ് എന്നുള്ള ബോധം നമ്മളുടെ ഉള്ളിൽ ഉറക്കണം എന്നാണ് പറയണത്. നമ്മളിപ്പോൾ ഈ എന്താ പറയുക, ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി, ഓം ആദിശക്തി, മൂലശക്തി, പരാശക്തി, ഓം എന്നൊക്കെ നമ്മൾ നാമം ചെല്ലാറൊക്കെ ഉണ്ട്. ഈ എന്താ സെപ്റ്റംബർ മാസത്തിൽ പൂജ ഹോളിഡേയ്സിന് നമ്മൾ ചെയ്യാറുള്ളൂ. അതുമാതിരി ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തിയോ. എന്താ അതൊക്കെ പറഞ്ഞ അർത്ഥം? ആദിശക്തി, മൂലശക്തി, പരാശക്തി എന്ന് പറഞ്ഞു, ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നൊക്കെ പറഞ്ഞു. എത്രണ്ണുണ്ട്? 3 പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ ജ്ഞാനദേവതയായിട്ടുള്ള സരസ്വതി ദേവി, അതായത് രജോ ഗുണത്തിന്റെ പ്രധാനിയാണെന്ന് പറയാ. അതുകൊണ്ട് സൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് രജോ ഗുണ പ്രധാനിയായിട്ടുള്ള ബ്രഹ്മാവിന്റെ ശക്തിയാണ് സരസ്വതി ദേവിയായിട്ടുള്ള ആ ജ്ഞാനശക്തി എന്ന് പറയുന്നത്. അതേമാതിരി ഐശ്വര്യ ശക്തി എന്ന് പറയുന്ന ലക്ഷ്മി ദേവി സാത്വിക ഗുണത്തിലുള്ള അതാണ്. അപ്പോ ആ സാത്വിക ഇതിന് വേണ്ടിയിട്ട് ക്രിയാശക്തിയായിട്ട് ഭഗവാൻ വിഷ്ണുവിന്റെ കൂടെ കൂടി എന്നാ പറയുന്നത്. അപ്പൊ വിഷ്ണുവിന്റെ ശക്തിയാണ് മഹാലക്ഷ്മി എന്ന് പറയുന്ന ശക്തി, അത് സാത്വിക ശക്തിയാണ്. വിഷ്ണു ഭഗവാനും സാത്വിക ശക്തിയാണ്. പിന്നെ വന്നിട്ട് ഇച്ഛാശക്തിയായിട്ടുള്ള ദുർഗയായിട്ടുള്ള, അതായത് ലോക ശിക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളെന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? സംഹാരത്തിന് വേണ്ടിയിട്ടാണ് ദുർഗ എന്നുള്ളതാണ്. പാർവതീദേവി സംഹാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. സംഹാരമല്ല. സംഹാരം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? വധിക്കുക എന്നുള്ളത് അർത്ഥം. ഒരാളുടെ കഴുത്ത് മുറിക്കുക എന്നുള്ളതാണ് സംഹാരത്തൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ സംഹാര ശക്തി, അതായത് ലോക ശിക്ഷണത്തിന് വേണ്ടിയിട്ട് ദുർഗയായിട്ട് പാർവതിയായിട്ട് തീർന്നിരിക്കുന്നത് ആരാണ്? ഈ ഭഗവതി, അതായത് എന്താ പറയുക, സാവിത്രി ദേവി എന്ന് പറയുന്ന പാർവതി ദേവിയാണ്. അപ്പോ സംഹാരമല്ല അവിടെ ആ ദേവിയുടെ ഉദ്ദേശം, ലോക ശിക്ഷണമാണ്. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ശിക്ഷിക്കുക എന്നുള്ള രൂപത്തില് ആ ദുർഗാദേവി തന്നെയാണ് ഭദ്രകാളിയായിട്ടും അതേമാതിരി പല രൂപങ്ങളിലായിട്ട് മഹിഷാസുര മർദ്ദിനിയായിട്ടൊക്കെ ആ ഇതാക്കണ കാരണം. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും. സരസ്വതി ദേവിയും മഹാലക്ഷ്മിയും അതേപോലെ തന്നെ ഈ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതൊക്കെ ആരുടെയാണ്? ആ പരാശക്തി എന്ന് പറയുന്ന ആ ഭാവത്തിലുള്ള ഭാവം, അതിനെയാണ് അത് 5 രൂപങ്ങളായിട്ട് മാറിയതൊക്കെ അതൊക്കെ ദേവി ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഭദ്രകാളിയുടെ മോളേക്ക് തിരിച്ചു വരാം. അങ്ങനെ ഈ പാർവതി ദേവി സൃഷ്ടി, അതായത് ലോകശിക്ഷണത്തിന് വേണ്ടിയിട്ട് മഹേശ്വരന്റെ കൂടെ കൂടി എന്നാ പറയണത്. അങ്ങനെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നത് ഇവർ 3 പേരുമാണ്. അതാണ് സരസ്വതി ദേവിയും അതുമാതിരി ഈ ലക്ഷ്മി ദേവിയും ദുർഗാദേവിയായിട്ടുള്ള സാവിത്രി ദേവിയായിട്ടുള്ള പാർവതി ദേവിയുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു പരമേശ്വരി ആയിട്ടുള്ള ഭഗവാൻ, ഈശ്വരന്റെ ശക്തിയായിട്ടുള്ള പരമാത്മാവിന്റെ ശക്തിയായിട്ടുള്ള പരമേശ്വരി തന്നെയാണ് ഈ ദുർഗയായിട്ടും ലളിതാംബികയായിട്ടും ജഗദംബികയായിട്ടും അതേമാതിരി തന്നെ സനാതനിയായിട്ടുള്ള ആ മഹാമായയായിട്ടുള്ള ആ ത്രിപുരസുന്ദരിയായിട്ടുള്ള മഹാദേവി ആ പരമാത്മാവിന്റെ ശക്തിയായിട്ടുള്ള പരമേശ്വരിയാകുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈശ്വരി എന്ന് പറഞ്ഞാൽ പരമേശ്വരി പറഞ്ഞിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ദേവിയുടെ പല ഭാവങ്ങളെയാണ് എന്ത് പറയണത്? ഈ പറഞ്ഞ ഭദ്രകാളി എന്നും ജഗദംബിക എന്നും മഹിഷാസുരമർദ്ദിനി എന്ന് പറയുന്ന ഭാവങ്ങളിലൊക്കെ ഉണ്ടാവണം. ഈ മഹാദേവിയായ പരമേശ്വരിയാണ്, ആ പരമേശ്വരി തന്നെയാണ് ഈ ലളിതാംബിക എന്ന ലോകത്തെ സൃഷ്ടിക്കുന്നത്.
സംരക്ഷിക്കുക, പരിപാലിക്കുക, ശിക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പ്രകൃതിയെ സൃഷ്ടിച്ചത് ആരാ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭഗവാനാണ്. ആ ഭഗവാൻ തന്നെയാണ് ഭഗവതിയായിട്ടും ഇരിക്കണതെന്ന് രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണ്. എന്താ ഈ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം വെച്ചിരിക്കുന്നത്? ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പ്രകൃതി പ്രകൃഷ്ട, അതായത് പ്രകൃഷ്ടം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്ന് അർത്ഥമുള്ളൂ. കൃതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് കൃതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൃഷ്ടി എന്നർത്ഥം. അതായത് അതുകൊണ്ടാണ് പറയുന്നത് പ്രകൃതി. പ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃഷ്ടമായ സൃഷ്ടി എന്ന് അർത്ഥമുള്ളൂ. അപ്പൊ സൃഷ്ടി നമ്മളിപ്പോ ഒരു പദ്യം എഴുതി വിചാരിക്കുക. ആ പദ്യം എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൃതി എന്നാണ് പറയുന്നത്. അപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ഠമായിട്ടുള്ളതും, കൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിയെ പറ്റിയിട്ടാണ്. അതാണ് പ്രകൃതി എന്ന് പറയുന്നത്. അതില് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സത്വഗുണവും, കൃ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജോ ഗുണവും, തീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമോ ഗുണവും. അങ്ങനെ ഈ 3 ഗുണങ്ങൾ കൂടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രകൃതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ദേവിയുടെ ഭാവങ്ങൾ. അതാണ് ദേവിയെ ത്രിഗുണാത്മിക എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അങ്ങനെ ഇത് പറഞ്ഞ മാതിരി അപ്പോ ഐശ്വര്യവും പരാക്രമവും കൊടുക്കുന്നത് ആരാണോ ആ ശക്തിയാണ് ദേവി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഈ പല രൂപത്തിലായിട്ട് അവതരിച്ചിട്ടുള്ള ആ പരമേശ്വരിയായിട്ടുള്ള ദേവി ഇച്ഛാശക്തിയായിട്ട്, അതായത് മൂലപ്രകൃതിയായിട്ടുള്ള പരമേശ്വരി ഇച്ഛാശക്തിയായിട്ട് പരമേശ്വരനെയും, ജ്ഞാനശക്തിയായിട്ടുള്ള ബ്രഹ്മാവിനെയും, ക്രിയാശക്തിയായിട്ട് പരിപാലിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിനെയും സഹായിക്കുന്നു എന്ന് പറഞ്ഞത്. ഇതിനൊക്കെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മത്തിനൊക്കെ നമ്മൾ പറയാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറേ സമയം എടുക്കണം. കാരണം കൊണ്ട് ബ്രഹ്മത്തിലേക്കൊന്നും കടക്കണില്ല. അപ്പോ ഭഗവാൻ അതിപ്പോ ഇനിയിപ്പോ ആരാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഭഗവാനാണ്. ആ ഭഗവാന്റെ ശക്തിയും നമ്മളുടെ ശക്തി, നമ്മൾക്കിപ്പോ ഒരു ഇതൊന്നും നീക്കണം എന്നുണ്ടെങ്കിൽ നമ്മളാണ് ചെയ്യുന്നത്. ആ ശക്തി എവിടെയുള്ളത്? നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത്. അപ്പോ നമ്മുടെ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ഉള്ളിൽ ഇരിക്കുന്ന ശക്തിയും ആരാണ്? അതും ഒന്നാണ്. അപ്പൊ ഭഗവാനും ശക്തിയായിട്ട് ദ്വൈതഭാവത്തിൽ വേണ്ട, ഏകഭാവത്തിൽ നമ്മൾ കാണാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഈ നമ്മുടെ കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്രഹ്മമാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്ന 3 ദേവികളായിരിക്കുന്നതിനെ കാളി എന്ന് പറയും. അതായത് ഈ കാളി പ്രവൃത്തി ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബ്രഹ്മം എന്നുള്ളത് മാത്രം നിങ്ങൾ പറഞ്ഞ് മനസ്സിലായാൽ മതി. അങ്ങനെ ഈ ബ്രഹ്മം എന്ന് പറയുന്ന അത് തന്നെയാണ് ശക്തിദേവത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഭഗവത്ഗീതയിലെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ? കൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഹേ ഗൂഢകേശ എന്നാ പറഞ്ഞത്. അർജുനനെ ഗൂഢകേശ എന്ന് പറയാണ്. എന്താണ്? അഹം ആത്മാ ഗൂഢകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിഷ്ടമദ്യം ച ഭൂതാനാമന്തയേവ ച. വലിയൊരു ശ്ലോകമാണ്, അർത്ഥമുള്ള ശ്ലോകമാണ്. ഭഗവാൻ തന്നെ പറയാണ്, ഹേ അർജുന, ഞാൻ തന്നെയാണ് ആത്മാവ് എന്ന് ഭഗവാൻ പറയാണ്. അതുമാതിരി സർവഭൂതാശയസ്ഥിത എന്ന് പറഞ്ഞെങ്കിൽ സർവഭൂതങ്ങളിലും വസിക്കുന്നത്, സകല ചരാചരങ്ങളിലും വസിക്കുന്നത് ആരാണ്? അഹം എന്നാ പറഞ്ഞു ഭഗവാൻ, ഞാൻ തന്നെയാണെന്നാ പറഞ്ഞത്. പിന്നെന്താണ്? അഹം ആദിശ്ച മദ്യം ച. പിന്നെന്താണ്? ഭൂതാനാമന്ത ഏവച്ച. ഞാൻ ആദിയിലും ഞാനേ ഉള്ളൂ, അതേമാതിരി തന്നെ മധ്യത്തിലും ഞാൻ തന്നെയുള്ളൂ, അവസാനത്തിലും ഞാൻ തന്നെയുള്ളൂ. ഈ പ്രപഞ്ചത്തില് ഞാനല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അതേമാതിരി തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാദിവ നചൈവന ഭവിഷ്യാമ സർവേ വയമതപരം. ഇതെന്താ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചു എന്നൊക്കെ വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കഥ കേൾക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. അതിനെക്കാട്ടിലും കൂടുതലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈശ്വരൻ, എന്താണ് ഭഗവതി എന്നുള്ളതിൻ്റെ ആ ഡിഫറൻസിനെയാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കഥ കേൾക്കാനാണ് താല്പര്യം. ആ കഥകളിലൂടെ അടങ്ങിയിരിക്കുന്ന തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേമാതിരി പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ സംഘടിപ്പിക്കാറുള്ളത്. അങ്ങനെ ഈ നത്വേവാഹം ജാതുനാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനോ നീയോ മറ്റുള്ളവരോ ഈ ശരീരത്തോടൊപ്പം ഉണ്ട്
ഉണ്ടായിട്ടുള്ളതല്ല എന്നുള്ളതാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ എങ്ങനെ ഉണ്ടായത്? ഇതൊക്കെ മുമ്പുണ്ടായിരുന്നു. ശരീരം മുമ്പുണ്ടായിരുന്നില്ല, അത് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഉന്നത ശരീരം. അപ്പൊ ശരീരത്തിന്റെ മുമ്പിൽ ഞാനുണ്ട്, ശരീരം ഉള്ളപ്പോഴും ഞാനുണ്ട്, ശരീരം അവസാനം മരിച്ചു പോയാലും ഞാൻ തന്നെയുണ്ട് എന്ന് പറയുന്ന അഹം ആത്മാ എന്നുള്ളതാണ് ഭഗവാൻ ഗീതയിൽ നമുക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ നിർഗുണയായിട്ടുള്ള, ഇപ്പോൾ ബ്രഹ്മമായിട്ടിരിക്കുന്ന അവസ്ഥയില് നിർഗുണ സ്വരൂപിയായിരിക്കുന്ന കാളി ഉണ്ടാവും. അതിനെ നമുക്ക് വേണമെങ്കിൽ നിർഗുണ കാളി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ പ്രപഞ്ചത്തില് നമുക്ക് മുന്നേ രൂപം ധരിച്ചും കൊണ്ട് പല ഭാവത്തിൽ വന്നിരിക്കുന്ന ആ ദേവിയെ നമുക്ക് സഗുണഭദ്രകാളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നമ്മളിപ്പോ കാണുന്ന പ്രതിഷ്ഠയെല്ലാം സഗുണഭദ്രകാളിയുടെ രൂപത്തിലാണ്. നിർഗുണ ബ്രഹ്മത്തിന്, നിർഗുണ ഭദ്രകാളിക്ക് രൂപമില്ല, ഭാവമില്ല. അത് തന്നെയാണ് പരമേശ്വരി എന്ന് മനസ്സിലാക്കുക. അത് തന്നെ ഉമാദേവി, അതായത് പാർവതി ദേവി ഇന്ദ്രനോട് ഒരിക്കൽ പറയണ്ടായി. ഇന്ദ്രൻ ചോദിക്കുകയുണ്ടായി, എന്താണ് ഇത് വ്യത്യാസം എന്ന് പറയാണ്. അപ്പൊ ഈശ്വരനും ഈശ്വരിയും തമ്മിൽ വ്യത്യാസം എന്താ ചോദിച്ചപ്പോ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പും രൂപം വാ സ്മരേ ദേവീം സ്ത്രീരൂപം വാഭിചിന്തയേത് അഥവാ നിഷ്കലാം ധ്യായേത് സച്ചിദാനന്ദ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദേവിയെ പുരുഷരൂപത്തിലോ സ്ത്രീരൂപത്തിലോ അല്ലെങ്കിൽ സച്ചിദാനന്ദ ലക്ഷണമായിട്ടുള്ള രൂപമില്ലാത്ത ബ്രഹ്മഭാവത്തിലോ എന്നെ ധ്യാനിക്കാം എന്നുള്ളതാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? ഇന്ദ്രന് ദേവി പറഞ്ഞു കൊടുക്കണം എന്നാ പറയണത്. അതായത് സച്ചിദാനന്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറഞ്ഞിട്ടുള്ള 3 വാക്കുകളിലൂടെയാണ് അത് പറഞ്ഞത്. അതായത് ഈ സത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മസത്യം എന്ന് വേണമെങ്കിൽ സത്തിനെ പറ്റിയിട്ട് പറയാം. അതേമാതിരി ചിത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ബോധമുണ്ടാക്കി തരുന്ന ബോധസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ചിത്ത എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇവ രണ്ടും കൂടി, സത്യവും ചിത്തവും അതായത് ബുദ്ധിയും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ആനന്ദം. അതാണ് സച്ചിദാനന്ദം എന്ന് പറഞ്ഞ വാക്കിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്ക്. ഇനിയിപ്പോ എന്താ നമുക്കിപ്പോ എല്ലാവർക്കും വേണ്ടത്? എന്താ വേണ്ടത്? നമുക്ക് മോക്ഷം വേണം എന്നുള്ളത് നമ്മൾ പറയാറില്ലേ? നമ്മൾ എന്തിനാ അമ്പലത്തിൽ പോണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോക്ഷം കിട്ടണം. എന്താ ഈ മോക്ഷം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്താ മോക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹങ്ങളുടെ ക്ഷയമാണ് മോക്ഷം. എന്താ അർത്ഥം? മോഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആഗ്രഹങ്ങൾ. നമ്മൾ എപ്പോൾ നമുക്ക് ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥയുണ്ടാവുന്നുവോ അപ്പോൾ മാത്രമേ നമുക്ക് മോക്ഷം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ദേവി തരാൻ പോണില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ഒക്കെ ദേവി തന്നെയാണ്. അവനവന്റെ കർമ്മങ്ങളുടെ ആ എന്തെല്ലാം കർമ്മത്തിന്റെ ഫലത്തിനനുസരിച്ചിട്ട് മാത്രമേ നമുക്കത് ദേവി തരുള്ളൂ എന്നുള്ളത് ആ സത്യം എല്ലാവരും മനസ്സിലാക്കുക. പോയി ചോദിക്കാണ്ട് തന്നെ എല്ലാം ദേവി നോക്കിക്കോളും എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ പോയിട്ട് ദേവിയോട് ചോദിച്ചു നോക്കൂ, ദേവി നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കോളും. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ചോദിച്ചതൊന്നും അമ്മ തരുമെന്ന് ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പോയിട്ട് ഇപ്പോൾ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ 1 ലക്ഷം രൂപ ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞാലൊന്നും അമ്മ തരില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കർമ്മങ്ങൾ എന്നാൽ ദിവസേന അമ്പലത്തിൽ വന്നാൽ അമ്മയുടെ അടുത്ത് പോയിട്ട് നമസ്കരിച്ച് നോക്കൂ, അമ്മ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. പെട്ടെന്ന് നോക്കി നിന്നാൽ വരില്ല, എപ്പോഴെങ്കിലും നോക്കിയോളൂ. ദിവസേന വന്നിട്ട് ഞാൻ എഴുതി തരാം. ദിവസേന വന്ന് അമ്മയുടെ മുമ്പിൽ നമസ്കരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ നമസ്കരിച്ചതിന്റെ ആ ഗുണം നമുക്ക് കിട്ടുന്ന പറയാ. കൂലി എന്നല്ല, അതായത് നമസ്കരിച്ചതിന്റെ കൂലിയല്ല തരിക, അമ്മ അനുഗ്രഹമായിട്ടാണ് തരിക എന്നാ പറയണത്. അപ്പൊ അങ്ങനെ പറഞ്ഞു, ദേവി പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ഈ മുണ്ടമാല തന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തന്ത്രമുണ്ട്. ആ മുണ്ടമാല തന്ത്രത്തിലെ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ യഥാ വിഷ്ണു തഥാ ദുർഗ എന്നാ പറഞ്ഞിരിക്കണത്. എങ്ങനെയാണോ വിഷ്ണു അത് തന്നെയാണ് ദുർഗയായിട്ടും എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വാക്കുകളല്ല കേട്ടോ. പറയുമ്പോ ഈശ്വരിയോ ഒന്നാണ്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഇതിപ്പോ എന്താ ഒരു പുതുമുള്ളതൊക്കെ ചോദിച്ചു എന്നൊക്കെ വരും, എല്ലാവരും മനസ്സിലാക്കിയെന്നൊക്കെ വരും. അപ്പോ യഥാ വിഷ്ണു തഥാ ദുർഗ യാ ദുർഗ വിഷ്ണുരേവസ എന്ന് പറഞ്ഞു. അത് തന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത്രയ കുരുതേ ഭേദം സനാരോ മൂഢദുർമതി എന്നാ പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് യഥാ വിഷ്ണു തഥാ ദുർഗ, എങ്ങനെയാണോ വിഷ്ണു ഉള്ളത് അത് ദുർഗയാകുന്നു. യാ ദുർഗ വിഷ്ണുരേവച്ച, ഈ ദുർഗ ഏത് ദുർഗയാണോ അത് വിഷ്ണുവുമാകുന്നു. എന്താണ്? അത്രയ കുരുതേ ഭേദം, ഇവരില് ഭേദം കാണുന്നവര് എന്താ പറയണ, അങ്ങനെയുള്ള മനുഷ്യന്മാര് സ നരോ
മൂഢദുർമതി, അവൻ മൂഢനാണ് എന്നുള്ളത് പറഞ്ഞു തരുമ്പോൾ എൻ്റെ വാക്കല്ല കേട്ടോ. അതാ ഞാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരനെയും ഈശ്വരിയിലും ഒന്നായിട്ട് കാണണം എന്ന് പറയുമ്പോൾ പറയുന്നത് എന്താ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വാക്കിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ശ്ലോകങ്ങളൊക്കെ നമ്മൾ പറയാറുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരനും ഈശ്വരിയും ഒന്നാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ആ രണ്ട് ദ്വൈതഭാവത്തിൽ നിന്ന് ഏകഭാവത്തിലേക്ക് നമുക്ക് നമ്മൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ ഈശ്വരനും ഈശ്വരിയും രണ്ടല്ല എന്നുള്ള. ഒരു കൃഷ്ണഭക്തൻ ഏത് അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലും ആ രൂപത്തില് കൃഷ്ണനെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൃഷ്ണ എന്നുള്ളത് അറിയാതെ തന്നെ ഭഗവതർ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മളുടെ നാവിൻ്റെ മുകളിൽ വരുന്നുള്ളത് ഒരു സംശയവും ഇല്ല എന്നാ പറയണത്. അങ്ങനെ മാത്രമല്ല, അതേമാതിരി തന്നെ വേറെയും വാക്കുകളുണ്ട്. എന്താ മുണ്ടമാല തന്ത്രത്തിൽ പറയുന്നുണ്ട്, എന്താ ദേവി വിഷ്ണു ശിവാദീനാം ഏകത്വം പരിചിന്തയേ എന്ന് പറയണത്. അതായത് ദേവിയായിട്ട്, അതായത് ദേവി വിഷ്ണു ശിവൻ എന്നിവരെയെല്ലാം ഒരേ രൂപത്തില് ധ്യാനിക്കണം എന്നാ പറഞ്ഞത്. വെവ്വേറെയായിട്ട് ധ്യാനിക്കരുത്, ഏകസ്വരൂപേണ ധ്യാനിക്കണം എന്നാ പറയണത്. പിന്നെ അതാണ് ഭേദകൃത് നരകം യാതി എന്നും പറഞ്ഞു. അങ്ങനെ ഭേദഭാവത്തു കൂടെ കൃഷ്ണനെയും അതായത് ശിവനെയും വിഷ്ണുവിനെയും അതുമാതിരി ദേവിയെയും വെവ്വേറെയായിട്ട് കാണുന്നവന് ഭേദകൃത് പറയണമെങ്കിൽ ഭേദത്തെ കാണുന്നവന് എന്താണ് നരകം യാതി. എങ്ങനത്തെ നരക? രൗരവം അത്ര സംശയ, രൗരവം എന്ന് പറഞ്ഞിട്ടുള്ള നരകത്തിലാണ് അവർ പോയി ചേരുക എന്നുള്ളത് അടക്കം മുണ്ടമാല തന്ത്രത്തിൽ പറയുന്നുണ്ടെന്ന് പറയാം. ഇങ്ങനെ ഈ ഭിന്നഭേദങ്ങളാണ്, അതായത് ഭിന്നഭേദങ്ങൾ പാടില്ല. എല്ലാം ഈശ്വരനാണെന്നുണ്ടെങ്കിലും അത് ഈശ്വരിയാണെന്നുണ്ടെങ്കിലും ഒറ്റ ഭാവത്തു കൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് ദേവിയുടെ ആ പൂജയുടെ മഹത്വം എന്താണ് ദേവി എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുണ്ടല്ലോ, നമ്മളെ അച്ഛനും അമ്മയും ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്നേഹിച്ചു തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കുമോ? നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഗർഭാവസ്ഥയിൽ തന്നെ ആദ്യം നമ്മളെ സ്നേഹിക്കുന്നത് ആരാണ്? അമ്മയല്ലേ ആദ്യം പറയാ ഇല്ലേ? അമ്മയല്ലേ പറയാ, എന്ത് പറയാ? ഞാൻ പ്രഗ്നന്റ് ആണ് കേട്ടോ എന്ന് പറയാ അല്ലേ? അപ്പൊ അമ്മയ്ക്ക് ആ ഫീലിംഗ് വരിക കാരണമല്ലേ പറയാ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു കാര്യം ഞാൻ പറയണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ അമ്മ ജനിക്കുന്നതിന് അതായത് നമ്മളൊക്കെ ജനിച്ച ആദ്യം അറിയുന്നത് അമ്മയാണ്. അതായത് നമ്മുടെ അച്ഛനും അമ്മയും ജനിക്കുന്നതിന് മുമ്പേ തന്നെ സ്നേഹിച്ചു തുടങ്ങും ഇല്ലേ? ചെറുപ്പത്തിലെ കുട്ടികൾ ഗർഭാവസ്ഥയിലൊക്കെ ഗർഭിണിയായി കഴിയുന്നുണ്ടെങ്കിൽ എന്ത് സ്നേഹത്തോടെയാണ് കഴിയുക അമ്മ അച്ഛനൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കി. അനുഭവം നിങ്ങളൊക്കെ അനുഭവമുള്ള ആൾക്കാരായിരിക്കും. നോക്കൂ. അതായത് മറ്റുള്ളവര് എപ്പോഴറിയാ? നമ്മളെപ്പോഴറിയാം? മറ്റുള്ളവരെ ജനിച്ചതിന് ശേഷം അല്ലേ? അപ്പൊ ആദ്യം അറിയുന്നത് ആരാണ്? അച്ഛനും അമ്മയാണ് അറിയാം, നമ്മളറിയാം. അതിനുശേഷമാണ് അടുത്ത വീട്ടുകാരൊക്കെ അറിയുള്ളൂ. ജനിച്ചതിന് ശേഷമാണ് അത് കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ അറിയുള്ളൂ അല്ലേ? അതാണ്. അപ്പൊ മറ്റുള്ളവര് ജനിച്ചതിന് ശേഷവും അച്ഛനും അമ്മയും എന്താണ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന പറയണത്. ജനിച്ചതിന് ശേഷമാണ് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്. നമ്മളെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കുട്ടി എടുത്തിട്ട് ലാളിക്കൊക്കെ ചെയ്യില്ലേ? അതേമാതിരി തന്നെ പറയണത്. അപ്പോ നമ്മളെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളൊക്കെ ഭാരതീയന്മാർക്കൊരു സ്വഭാവമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാരതീയന്മാർക്ക് മാത്രമേ ഉള്ള സ്വഭാവം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാതൃത്വത്തെ ബഹുമാനിക്കുന്നവരാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞത്. അമ്മയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ മാതൃത്വത്തെ സ്നേഹിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. അമ്മയെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മാതൃഭാവത്തില് ഈശ്വരനെ ആരാധിക്കുക എന്നതാണ് ഭാരതത്തിന്റെ ഒരു പ്രത്യേകത ഇല്ലേ? നമ്മുടെ എല്ലാവർക്കും അമ്പലങ്ങളില് ദേവിയുടെ അതായത് കൃഷ്ണന്റെ അമ്പലത്തിലേക്കാട്ടിലും കൂടുതൽ പോവാൻ ഇഷ്ടം ചൊവ്വയും വെള്ളിയും ഭഗവതർ അമ്പലത്തിൽ പോവാനാ. പേടിച്ചിട്ടെങ്കിലും പോയില്ലേ? എന്തുകൊണ്ടാണ് ചൊവ്വയും വെള്ളിയും പോണത്? ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. ചിലപ്പോൾ വീട്ടിലെ ചെറുപ്പത്തിൽ അമ്മ അച്ഛനെ കുട്ടി അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് ഇടുക എന്നൊക്കെയാണ് പറഞ്ഞിട്ട് കുട്ടിയെ പറഞ്ഞേക്കും. ആ ദേവിയെ പോയിട്ട് നമസ്കരിച്ചിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എന്താ അറിയാ? അമ്മയെ നമുക്ക് നല്ല പേടിയുണ്ടല്ലേ? നമുക്കൊക്കെ അമ്മ ചെറുപ്പത്തിലൊക്കെ അമ്മ അടിക്കുമ്പോൾ അച്ഛന്മാരെ അടിച്ചൊന്നും വരില്ല അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരുടെ അടുത്തേക്ക് ആദ്യം പോവുക? അമ്മയുടെ അടുത്തല്ലേ നമ്മളെ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ പ്രത്യേകതയാണ് ആ മാതൃത്വം എന്ന് പറയുന്നത്. അതായത് ഇനിയിപ്പോ ഈ ആണുങ്ങൾക്ക് മാതൃത്വ ഭാവം ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ലാളിക്കണ നോക്കൂ,
മാതൃത്വഭാവം എന്ന് പറഞ്ഞാൽ ഇല്ലേ, എൻ്റെ കുട്ടി ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ പറഞ്ഞു എടുത്തു നടക്കലൊക്കെ അച്ഛന്മാരും ചെയ്യില്ലേ. മാതൃത്വ ഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ ഭാവമല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അത് ആണുങ്ങൾക്കും ആ ഭാവം തന്നെ ഉണ്ട്. പക്ഷെ നമുക്കത് പറയാൻ മടിയാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഒന്നിനെ സ്നേഹിക്കുമ്പോൾ ആ മാതൃഭാവേന കാണുന്നതാണ് മാതൃത്വ ഭാവം. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, ഭഗവാനും ഭഗവതി രണ്ടല്ല, ആ മാതൃഭാവത്തെ കൂടെയാണ് നമ്മൾ കുട്ടികളെ കാണുന്നത് പറയണം. അതായത് മാതൃത്വ ഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു ഉയർന്ന ഭാവമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആണുങ്ങൾക്കും മാതൃത്വ ഭാവമുണ്ട്, സ്ത്രീകൾക്കും മാതൃത്വ ഭാവമുണ്ട് എന്ന് പറയുന്നത്. അപ്പോ ഈ നിസ്വാർത്ഥമായിട്ടുള്ള പ്രേമത്തിന്റെ പ്രതീകമാണ് അമ്മ എന്ന് പറയുന്നത് ഇല്ലേ. നമുക്കിപ്പോ അമ്മമാര് ഭക്ഷണം വിളമ്പി തരുമ്പോ എങ്ങനെ ഉണ്ടാവും, നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ ഭക്ഷണം വിളമ്പി തരുമ്പോ കഴിച്ചോളൂ 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 പറഞ്ഞിട്ടല്ലേ അങ്ങനെയാണ് വിളമ്പിത്തരിക. അവര് സ്വന്തം മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് അവർ വിളമ്പിത്തരിക അമ്മമാര്. എന്നാ ഭാര്യ വിളമ്പിത്തരനെക്കാട്ടും കൂടുതൽ വിളമ്പിത്തര അമ്മയാണ്. അമ്മയുടെ ആ സ്നേഹം അത് മാറ്റിട്ടാണ് നമ്മളുടെ അമ്മ എന്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ നല്ലോണം കൊടുക്കുന്ന പറയണത്. എന്നാ തെറ്റിച്ചിട്ടുണ്ടെങ്കിലോ അത് നമ്മുടെ വേറൊരു രൂപം. നമ്മളെ അടിക്കുന്നത് ആരാണ് ഇല്ലേ, അമ്മേനെയാണ് അടിക്കുള്ളൂ. വീട്ടിലും ആരടിക്കുക, അമ്മ അടിക്കുള്ളൂ. അമ്മ അച്ഛനോട് പറഞ്ഞാലേ അച്ഛൻ അടിക്കുള്ളൂ ഇല്ലേ. അങ്ങനെയാണ് സാധാരണ. അങ്ങനെ സാധാരണ നോക്കി നോക്കൂ, നിങ്ങൾ ഇങ്ങനെ നടന്നോളൂ, ഒന്നും പറയുകയൊന്നും വേണ്ട ഇല്ലേ. ആ ചെക്കൻ അങ്ങനെ പോയി, ആ പെണ്ണ് അങ്ങനെ പോയി, നിങ്ങൾക്ക് ആ ചീത്ത പറഞ്ഞൂടെ എന്ന് പറയാത്ത അമ്മമാർ ആരാളുള്ളത്? അമ്മമാർ ചീത്ത പറഞ്ഞ് തോറ്റിട്ടാണ് അവർ പോയിട്ട് അവിടേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിനെ പറയുന്നുണ്ട്, അതായത് ശങ്കരാചാര്യർ പറയുന്ന നല്ലൊരു കാര്യം പറയുന്നുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുപുത്രോ ജായതേ ക്വചിദപി കുമാതാന ഭവതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ശ്ലോകമാണ്. കുപുത്രോ ജായതേ ക്വചിദ് അഭി കുമാത ന ഭവതി എന്ന് പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെ ഉപദ്രവിക്കുന്ന കുപുത്രന്മാര് ഉണ്ടായേക്കാം ഇല്ലേ. അമ്മയെ ഉപദ്രവിക്കുന്ന കുപുത്രന്മാര്, അതായത് ഉപദ്രവിക്കുന്ന മക്കള് ഉണ്ടായേക്കാം. എന്നാൽ എന്താ പറയണത്, ക്വചിദപി കുമാതാന ഭവതി. എന്നാലോ മക്കളെ സ്നേഹിക്കാത്ത അമ്മ ഉണ്ടാവില്ല എന്നാണ്. എന്താ അർത്ഥം മനസ്സിലായോ? വലുത് മനസ്സിലായോ? അതാ പറഞ്ഞത്. ആലോചിച്ചു, ഞാൻ പറയുന്ന ഓരോ ശ്ലോകത്തിന്റെ അതിന്റെ അന്തരാർത്ഥം നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് കുപുത്രോ ജായതേ, വേണമെങ്കിൽ കുപുത്രന്മാരുണ്ടാവാം, അമ്മയെ തല്ലുന്ന മക്കള് ഉണ്ടായേക്കാം. എന്നാൽ ഒരിക്കലും മക്കളെ സ്നേഹിക്കാത്ത അമ്മ ഉണ്ടാവില്ല. നിങ്ങളൊക്കെ മക്കളെ സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ? ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും ഇല്ലേ? മക്കളല്ലേ? മക്കൾക്ക് വേണ്ടി എന്തെല്ലാം കാണിക്കണം. അത് ഭാഗവതത്തില് ദശമസ്കന്ധത്തില് എന്താ പറയാ 7ാമത്തെ സ്കന്ധത്തില് പ്രഹ്ലാദ ഹിരണ്യകശിപുവിന്റെ ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിന്റെ ഓരോ ലെവലുകളൊക്കെ പറഞ്ഞു കൊടുക്കണതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരാം. ഇപ്പൊ നമ്മളിപ്പോ കുട്ടികള് അങ്ങനെയാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. അതായത് മക്കളെ ഉപദ്രവിക്കുന്ന മക്കള് ഉണ്ടായേക്കാം. അതുപോലെ ശങ്കരാചാര്യര് വേറെ പറഞ്ഞിട്ടുണ്ട്. മാതൃപഞ്ചകത്തിലൊക്കെ നല്ല നല്ല കുറെ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓരോ ശ്ലോകങ്ങളിലെ എന്താ പറയാണ്, 10 മാസം ചുമന്നെന്നെ പെറ്റുപാലിച്ചൊരമ്മയെ. നമ്മളൊക്കെ ആലോചിക്കണം കേട്ടോ, അമ്മ എങ്ങനെ നമ്മളൊക്കെ 10 മാസം ഏറ്റ് നടന്നിട്ടുള്ളതാണ്. ശങ്കരാചാര്യര് ചെറുപ്പത്തിൽ സന്യസിച്ചും കൊണ്ട് പോയി മരിക്കാൻ കാലം അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എപ്പ എന്നെ വിചാരിക്കുന്നുവോ അപ്പൊ ഞാനിവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞു. അമ്മ അതുവരെ മകൻ പോയിരിക്കണത് സന്യാസത്തിന് പോയിരിക്കുകയാണ്. ആ മരിക്കാൻ കാലത്ത് അമ്മയുടെ മരണസമയത്ത് അമ്മയ്ക്ക് ഒരു ഓർമ്മ വന്നു എന്നാ പറയണത്. അപ്പൊ ആ അമ്മ വിളിച്ച വിളി ശങ്കരാചാര്യർ അവിടുന്ന് കേട്ടു എന്നാ പറയണത്. ഹിമവാന്റെ അവിടുന്ന് ഹിമാലയത്തിൽ നിന്ന് കേട്ടു എന്നാ പറയണത്. അവിടുന്ന് എത്രേന്റെ മുമ്പേ അമ്മ പ്രാണം ത്യജിച്ചപ്പോ അവിടെ ഇരുന്നും കൊണ്ട് അമ്മ എന്താ പറയാ ശങ്കരാചാര്യരെ മാതൃപഞ്ചകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി എഴുതി എന്നാ പറയണത്. വലിയ അർത്ഥമുള്ള ഇത് വാക്കാണ്. അതിനെ മലയാളത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്ലോകമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 മാസം ചുമന്നെന്നെ പെറ്റുപാലിച്ചൊരമ്മയെ ചിത്തശുദ്ധി അണച്ചിടാൻ ഭക്തിപൂർവം തൊഴുന്നു ഞാൻ. ഇത് ആരുടെ വാക്ക്? നമ്മളൊക്കെ ചെയ്യേണ്ട വാക്കാണ് കേട്ടോ. നമ്മളൊക്കെ നമ്മുടെ അമ്മമാരോട് ചെയ്യേണ്ട വാക്കാണ്. എന്താണ്?
10 മാസം ചുമന്ന എൻ്റെ അമ്മയെ പെറ്റുപാലിച്ച്, അമ്മ എങ്ങനെ പെറ്റുപാലിക്കണമെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും കൊതു കടിക്കുകയോ ഉറുമ്പ് കടിക്കുകയോ അതൊക്കെ പേടിച്ചുകൊണ്ട് ആ അമ്മ അടുക്കളയിൽ പണിയെടുക്കും വേണം, കുട്ടിയുടെ കടത്തിയിട്ടുണ്ടാവും, കരഞ്ഞിട്ട് വരുമ്പോഴേക്കും ഉണ്ടല്ലോ എന്തെല്ലാം 10 മാസം ചുമന്ന് ഏറ്റ് നടക്കുക പറഞ്ഞാൽ അത്ര എളുപ്പം 3 കിലോ ഒക്കെ നമ്മൾ തലയിൽ വെച്ച് നോക്കൂ. അത് വയറില വെച്ച് തലയിൽ ഇങ്ങനെ വെക്കാൻ പറ്റും, തോളിലും വെക്കാൻ പറ്റും. ഈ ഉദരത്തില് 10 മാസം നമ്മൾ ഏറ്റ് നടന്നിട്ടുള്ളതാണ്. നമ്മളിതിനൊക്കെ അങ്ങനെയുള്ള ഭക്തിപൂർവം തൊഴുന്നു ഞാൻ പറഞ്ഞു. പിന്നെന്താ പറയണത്? കരയുന്നേരമേ വന്ന് കരതാരിലെടുത്തുടൻ മുലയൂട്ടിയോരമ്മേ നീ അടലാറ്റിത്തരേണമേ. പറയാണ് നമുക്ക് എങ്ങനെയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അമ്മ വന്ന് എല്ലാ പണികളും നിർത്തിയിട്ട് ആ അമ്മ കുട്ടിക്ക് മുലയൂട്ടിയോരം, അങ്ങനെയുള്ള മുലയൂട്ടിയിട്ടുള്ള അമ്മയെ എൻ്റെ ദുഃഖങ്ങളെ മാറ്റിത്തരേണമേ. ആ അമ്മയാണ് ഈ ഇരിക്കണത് കേട്ടോ. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അമ്മ ചെയ്യുക? മാറോടണച്ചു ചുംബിച്ച് കാലിൽ വച്ചാട്ടിയങ്ങനെ മാലെല്ലാം മാറ്റിയോരമ്മേ നീയല്ലാതില്ലൊരാശ്രയം. അറിയാണ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മാറോടണച്ച് ചേർത്തിട്ട് ആ കാലിൽ വെച്ചിട്ട് ഇങ്ങനെ ആട്ടി അതിനെ ഉറക്കിയിട്ട് മാലെല്ലാം അതിൻ്റെ വിഷമങ്ങളൊക്കെ മാറ്റി അതിനെ ഉറക്കി കിടത്തിയിട്ടുള്ള അങ്ങനെയുള്ള അമ്മേ നീയല്ലാതെ എനിക്ക് ആശ്രയമൊന്നുമില്ല എന്നുള്ള ആ പ്രാർത്ഥനയായിരിക്കണം ഈ അമ്മയോട് നിങ്ങളെല്ലാം പറയേണ്ടത് എന്ന് പറയണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പറയാണ് ഉൾത്താരിൽ അലിവോടൻ്റെ അപരാധങ്ങളൊക്കെയും പൊറുത്തെനിക്ക് സന്മാർഗം അരുളിയിടണമേ സദാ. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് സന്മാർഗം കാണിച്ചു തരൂ. സത്തുക്കളായിട്ടുള്ള ആൾക്കാരോടുള്ള ആ കൂട്ടുകെട്ട് എനിക്ക് മാത്രം മതി. അത് എൻ്റെ അപരാധങ്ങളൊക്കെ പുറത്തും കൊണ്ട് എനിക്ക് നല്ല വഴി കാണിച്ചു തരണമേ എന്നായിരിക്കണം നമ്മളുടെ അമ്മയോടുള്ള പ്രാർത്ഥന. പിന്നെന്താ അമ്മ എങ്ങനെയാണ്? പലരാത്രി ഉറങ്ങാതെ പകലാക്കി കഴിച്ചുമാം പരിപാലിച്ചൊരമ്മയ്ക്ക് പലവട്ടം തൊഴുന്നു ഞാൻ. പറയാണ് നമ്മളൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ കുട്ടികളൊക്കെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഉറക്കമൊഴിച്ച് വന്നിട്ട് നമ്മൾ തന്നെ ഉറങ്ങാതെ ആ കുട്ടിയെ പരിപാലിച്ചും കൊണ്ടുള്ള ആ മക്കളെയാണ് നമ്മൾ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ സ്ഥാനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ? അമ്മയുടെ സ്ഥാനം തന്നെയാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഭഗവതി അമ്പലത്തിൽ ഞാൻ രണ്ടായിട്ട് കാണുന്നില്ല. ഇപ്പം ഗുരുവായൂരപ്പനും ഭഗവതിയും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിക്കാം. ഇപ്പോൾ പത്മനാഭ സഹോദരി എന്ന് പറയാറുണ്ട് അല്ലേ? ആരെ? ഭഗവാനെ കൃഷ്ണനെ പറയാറുണ്ട്. കൃഷ്ണൻ്റെ നിറം എന്താ? അത് ചോദിച്ചപ്പോൾ സംശയമാവും. കൃഷ്ണൻ്റെ നിറം എന്താ? നമ്മൾ കണ്ടിരിക്കുന്ന കൃഷ്ണൻ്റെ നിറം എന്താ? നീല എന്നല്ലേ? ഇല്ലേ? നീല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ആകാശത്തിൽ കാണുന്ന നീല എന്നുള്ളതാണ്. എന്നാൽ കൃഷ്ണന്റെ കറം നീലയാണോ? പിന്നെ ഇതിനെ കാറുവർണ്ണം എന്ന് വിളിക്കുന്നത്. കാറുവർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാറുവർണ്ണം എന്താ അർത്ഥം? മഴക്കാറ് പറഞ്ഞാൽ എങ്ങനത്തെ പറ? കറുപ്പല്ലേ? ഇല്ലേ? അപ്പോ കറുപ്പും നീലയും കൂടി ഉള്ള വർണ്ണമാണ് കൃഷ്ണന്റെ നിറം. അല്ലാണ്ട് നീലക്കണ്ണനൊന്നുമല്ല. നമ്മൾ കാണുന്ന ബിംബങ്ങളിൽ കാണുന്ന നീലക്കണ്ണനൊന്നും അല്ല കേട്ടോ. അതിന് ഒന്നാമത്തെ കാര്യം ഭഗവാന് നിറമില്ല, ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോ പത്മനാഭ സഹോദരി ആരാ? പത്മനാഭ സഹോദരി കേട്ടിട്ടില്ലേ? ലളിതാ സഹസ്രനാമത്തിന്റെ ആൾക്കാരല്ലേ? പത്മനാഭ സഹോദരി ആരാ? എങ്ങനെ സഹോദരി ആവണത്? പത്മനാഭ സഹോദരി പറഞ്ഞാൽ പാർവതി ദേവിയാണ്. നമുക്കൊക്കെ അറിയാം പാർവതി ദേവിയാണ് അല്ലേ? പാർവതി ദേവി ഹിമവാന്റെ മകളല്ലേ? ആണോ? അല്ലേ? ഹിമവാന്റെ മകളല്ലേ? അപ്പോ ഹിമവാന്റെ മകളാണെങ്കിൽ ഹിമവാന്റെ മകനല്ലല്ലോ ശ്രീകൃഷ്ണൻ. ആകെ കൺഫ്യൂഷൻ ആയോ? ഇല്ലേ? ഹിമവാന്റെ മകളല്ലല്ലോ, കൺഫ്യൂഷൻ അല്ലല്ലോ, അതിലല്ലോ. അപ്പൊ അവിടെ നമ്മളെവിടെ മനസ്സിലാക്കേണ്ടത്? എങ്ങനെ പത്മനാഭ സഹോദരിയായത്? പാർവതി ദേവി പത്മനാഭ സഹോദരിയായത്? കൃഷ്ണന് ദേവകിക്ക് എത്ര മക്കളുണ്ട്? 8 മക്കളുണ്ട് അല്ലേ? 7ാമത്തെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഇല്ലേ? ബലരാമസ്വാമി അങ്ങോട്ട് മാറ്റി, രോഹിണിയിലേക്ക് മാറ്റി, തിരിച്ച് എവിടെ വന്നമ്മ ഇരുന്നത്? ദേവകിയുടെ ഗർഭത്തിൽ വന്നു, പ്രസവിച്ചു, കുഞ്ഞ് കരഞ്ഞു, കംസൻ വന്നു, മഹാമായനെ ഇതാക്കി ഇല്ലേ? അപ്പൊ എന്തുണ്ടായത്? ആരുടെ? കൃഷ്ണനാരാ? പത്മനാഭനാണ് അല്ലേ? അപ്പൊ പത്മനാഭന്റെ സഹോദരി ആരാ? ദേവകിയുടെ 7ാമത്തെ പുത്രി ഇല്ലേ?
അങ്ങനെയല്ലേ നമ്മൾ പത്മനാഭ സഹോദരി എന്ന് പറയുന്നത്. അപ്പോ ആ പത്മനാഭ സഹോദരി എന്ന് പറയുന്ന പാർവതി ദേവി അങ്ങനെയാണ്. അപ്പൊ പത്മനാഭ സഹോദരിയുടെ കൃഷ്ണന്റെ നിറം കറുപ്പാച്ചിട്ടുണ്ടെങ്കിൽ പത്മനാഭ സഹോദരി ആയിട്ടുള്ള ദേവിയുടെ നിറം എന്തായിരിക്കും? കറുത്തു തന്നെ അല്ലേ? അതല്ലേ കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ആണോ അല്ലേ? കാളി ആരാ? കാളി എന്ന് പറഞ്ഞ ആരാ? എന്താ കാളി എന്ന് പറഞ്ഞ അർത്ഥം? അത് കേൾക്കട്ടെ. എന്താ കാളി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചിരിക്കണം എന്താണ്? പറഞ്ഞോളൂ ധൈര്യം. ഇത് നമ്മളിരുന്ന് വീട്ടിൽ സംസാരിക്കണമായിരുന്നു വിചാരിച്ചാൽ മതി കേട്ടോ. ഞാൻ പ്രഭാഷകനായിട്ടൊന്നല്ല വന്നിരിക്കണത്. നമ്മുടെ വീട്ടുകാരൊക്കെ കാണാൻ വേണ്ടി വന്ന മാതിരിയേ വന്നിട്ടുള്ളൂ. നമ്മുടെ മക്കളാണ് നിങ്ങളൊക്കെ, ഞാനും നമ്മുടെ മകനാണ്. അപ്പൊ നമുക്കൊക്കെ ഒരു വീട്ടിലിരുന്ന് സംസാരിക്കണ മാതിരി സംസാരിക്കാൻ വിരോധമൊന്നുമില്ല. അപ്പോ കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാളുന്നവൾ ആണ് കാളി. എന്താ ഈ കാള് എന്ന് പറഞ്ഞ? നമ്മൾ പറയാറുണ്ട് നമ്മൾ കാള് എന്ന് വാക്ക് ഇവിടെ പറയാറില്ലേ? ഈ ദേശമോട്ടത്തെ ദൂരം 10 കിലോമീറ്ററേ ഉള്ളൂ. കാള് എന്ന് പറയാറില്ലേ? വയറ് കാളി എന്ന് പറയാറില്ലേ? എന്താ വിഷ്ണ വയറ് കാളി എന്ന് പറയാറില്ലേ? ഇല്ലേ? കാള് പറഞ്ഞെന്താ അർത്ഥം? കാളിയോ വയറ് കാളി പറഞ്ഞെന്താ അർത്ഥം? അത് വിഷ്ണു എന്നുള്ളത്. എന്താ ഉള്ളിൽ സംഭവിക്കുന്നത്? നമ്മുടെ വയറ് ജ്വലിക്കുമ്പോഴാണ്, അന്നം കിട്ടാണ്ടാവുമ്പോഴാണ് നമുക്ക് ജ്വലിക്കും. എന്ത് പറഞ്ഞിട്ട്? എനിക്ക് അന്നം വേണം പറഞ്ഞ് ജ്വലിക്കുമ്പോഴാണ്. അപ്പോ കാള് പറഞ്ഞ ജ്വലിക്കുക എന്നർത്ഥം. അപ്പോ ജ്വലിക്കുന്നവൾ കാളി. ജ്വലിക്കുക പറഞ്ഞ എന്താ അർത്ഥം? പ്രകാശം തരിക അല്ലേ? പ്രകാശിക്കുന്നവൾ കാളി ഇല്ലേ? അപ്പൊ കാളിയുടെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാളുന്നവൾ കാളി. അപ്പൊ അതിന്റെ മുമ്പേ ഭദ്ര എന്നൊരു വാക്കും വന്നു. എന്താ ഭദ്ര എന്ന് പറഞ്ഞ അർത്ഥം? ഭദ്ര എന്ന് പറഞ്ഞ അർത്ഥം? ഭദ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ പറഞ്ഞത്. ഞാൻ എന്താ പിന്നെ എന്നെ കൊണ്ട് അമ്മക്കൊക്കെ പറയിക്കാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ വല്ല ഗോപികാഗീതോ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ വിചാരിച്ചു വന്നതാ, വിചാരിച്ചതാ. എന്നാ കിടക്കട്ടെ, അത് പോരാ, ഭദ്രകാളിയെ പറ്റി പറഞ്ഞു കൊടുക്കൂ. ഭദ്രകാളിയെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഭാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഭാ എന്ന് പറഞ്ഞാൽ ഭ്രമം എന്നേ അർത്ഥമുള്ളൂ. ഭ്രമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭ്രമിക്കുക. എന്താ അർത്ഥം? ഭ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തതിനെ ഉള്ളതായിട്ട് തോന്നിപ്പിക്കുക ഇല്ലേ? അതല്ലേ ഭ്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് ഭ്രാ എന്ന് പറഞ്ഞ ഭ്രമം എന്ന് പറയും. ദ്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയത് എന്നർത്ഥം. അപ്പോ ഭ്രമിപ്പിക്കാൻ കഴിവുള്ള വലിയവളായിട്ടുള്ളത് ആരാണ്? മഹാമായ അല്ലേ? അപ്പോ ഈ ഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മായ എന്ന് പറയാം. ദ്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയത്. അപ്പോ ഭഗവതി ഏറ്റവും വലിയ, നമ്മളെ ഏറ്റവും കൂടുതൽ ഭ്രമിക്കുന്നത് ആരെയാണ്? മഹാമായ. അപ്പോ കാളിയാറാണ് മഹാമായ ഇല്ലേ? മഹാമായ പറഞ്ഞെന്താണ്? മഹാമായ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത് അമ്മ അല്ലേ? ഇപ്പൊ നമ്മൾ പറയാറുണ്ട് മാതാ പിതാ ഗുരു ദൈവം. നമ്മുടെ സ്ഥാനത്രാമത്തെ ആദ്യത്തെ ഇല്ലേ? രണ്ടാമത്തെ ആരാ? അച്ഛൻ. മൂന്നാമത്തെ ഗുരു. നാലാമത്തെ ഈശ്വരൻ ഇല്ലേ? എന്തെങ്ങനെ കാണാൻ? ആദ്യം ഈശ്വരൻ എന്തുകൊണ്ട് വന്നില്ല? ആലോചിക്കൂ. അതായത് സൃഷ്ടി ചെയ്യിക്കുന്നത് ആരാണ്? നമ്മളെ പ്രസവിച്ചതാണ് അമ്മയാണ് അല്ലേ? ആദ്യം നമ്മള് അമ്മ എന്ന് വിളിക്കണത് ആരാ? നമ്മൾക്ക് അമ്മ പറഞ്ഞു തരുന്ന ആരാണ്? നമുക്ക് അമ്മയെ കാണിച്ചു തരുന്നത് ആരാ? നമ്മളുടെ അമ്മ ഇല്ലേ? ഇത് അമ്മയാണ്. മുലയൂട്ടുന്ന ആരാണ്? അമ്മമാരല്ലേ? അപ്പോ അമ്മയാണ്. അമ്മ അച്ഛനെ കാണിച്ചു കൊടുക്കും ആണല്ലേ? അതാ കുട്ടി അച്ഛൻ എന്താണ് പറഞ്ഞ് കാണിച്ചു കൊടുക്കണത് ആരാ? അമ്മയല്ലേ? അമ്മമാരല്ലേ അച്ഛനെ കാണിച്ചു കൊടുക്കുക? ഇതാണ് കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലായി അച്ഛൻ ഇതാണ് ഇല്ലേ? പിന്നെ അപ്പൊ അമ്മ അച്ഛനെ കാണിച്ചു തരും. അതിനുശേഷം മൂന്നാമത്തെ ആളാണ് ഗുരു. സ്കൂളിലേക്ക് പോകുമ്പോൾ ആരാ കൊണ്ടുപോവുക? സ്കൂളിലേക്ക് അച്ഛനെ കൊണ്ടുപോവുക, അമ്മയെ കൊണ്ടുപോവുക. ഇന്നത്തെ കാലത്ത് അമ്മയെ കൊണ്ടുപോവുക. പണ്ടത്തെ കാലത്ത് വീട്ടിൽ നിന്ന് സ്ത്രീകളൊക്കെ പണ്ടത്തെ കാലത്ത് പുറത്തിറങ്ങിയില്ല. സ്കൂളിലേക്ക് എന്തിനൊക്കെ സ്കൂളിലേക്ക് ചേർക്കാൻ പോയ അച്ഛനാ ഇല്ലേ? അച്ഛൻ ആരെ കാണിച്ചു കൊടുക്കും? ഗുരുവിനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഗുരുവിന് മൂന്നാം സ്ഥാനം. ഗുരു ആരെ കാണിച്ചു കൊടുക്കും?
ഇതന്നെയുള്ളൂ. അതുകൊണ്ടാണ് ഈശ്വരൻ, അതായത് അമ്മ അച്ഛനെ കാണിച്ചു കൊടുക്കും, അച്ഛൻ ഗുരുവിനെ കാണിച്ചു കൊടുക്കും, ഗുരു ഈശ്വരനെ കാണിച്ചു കൊടുക്കും. ഗുരു എന്താ? ആ ബ്രഹ്മത്തെ കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് അർത്ഥം. അപ്പോ കാളി എന്ന് പറഞ്ഞാൽ കാളുന്നവൾ എന്ന് പറഞ്ഞു, കറുത്തവൾ എന്ന് വേണമെങ്കിൽ പറയാം. കാലം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കാലം എന്ന് കേട്ടിട്ടുണ്ട്, കാലം എന്ന് കേട്ടിട്ടുണ്ട്. കാലം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ബോറടിക്കുണ്ടോ ഞാൻ ചോദിക്കുന്നു? ഇല്ലല്ലോ. കാലം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സമയം. സമയം. അപ്പൊ എന്താ അറിയാം? അപ്പോ ഈ സമയത്തെ നിയന്ത്രിക്കുന്നവൾ കാളി. അർത്ഥം എന്താ? പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൾ കാളി. അപ്പൊ അമ്മാരാ? ഏറ്റവും ടോപ്പല്ലേ? ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭദ്രകാളി അമ്മ ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കാനാണ് എനിക്കുള്ള ഓർഡർ. നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് എനിക്കുള്ള ഓർഡർ. അപ്പൊ എനിക്ക് പറഞ്ഞു തരണ്ടേ? അപ്പൊ നമ്മളെ കാലത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? അമ്മ. പിന്നെ കാലത്തിന് പിന്നെ പറയാം, കാന്ന് വെച്ച് പറയാം, കാരുണ്യത്തിന്റെ ഭഗവതി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു ഭാവം എന്താ? കാരുണ്യഭാവം. നമ്മുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, കാരുണ്യഭാവം നിറഞ്ഞു നിൽക്കുന്നതാണ്. പിന്നെ അതായത് ഭദ്രമായ കാലത്തെ കൊടുക്കുന്നവൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മംഗളമായ സമയത്തെ കൊടുക്കുന്നവൾ. നമുക്ക് നല്ല സമയം തരുന്നത് ആരാണ്? അത് ഭഗവതിയാണ്, അമ്മയാണ്. ഇങ്ങനെ അതായത് ഇപ്പൊ കേരളത്തിൽ തന്നെ കുറുമ്പ ഭഗവതി, അതുമാതിരി തമിഴ്നാട്ടിൽ മാരിയമ്മൻ എന്നൊക്കെ പറയും, അതുമാതിരി കർണാടകയിൽ ചാമുണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ രാജ്യങ്ങളില് അതിൻ്റെതായ രീതിയിൽ ഉണ്ടെന്നാ പറയാ, ഈ ഭദ്രകാളിയുടെ ഭാവങ്ങൾ ഉണ്ടെന്നാ പറയാ. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ചില ഭാഗങ്ങളിലെ കരിങ്കാളിയെ ആരാധിക്കുന്ന ഭാവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആ ഭാവങ്ങളിലും വരുന്നുണ്ടെന്നാ പറയണത്. അപ്പോൾ നമുക്ക് ഈ ദേവി പൂജയുടെ ആ മാതൃഭാവത്തില്, അതായത് സർവേശ്വരനെ ആ അമ്മയുടെ രൂപത്തില് പൂജിക്കണം എന്നാ പറയുക. അതായത് ആ അമ്മയുടെ മക്കളാണ് നാം എല്ലാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊക്കെ അമ്മയുടെ മക്കളാണ്. ആ അമ്മയല്ലാതെ വേറെ ഒന്നുമില്ല. ആ അമ്മ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇതാണ് നമ്മൾ ദേവി പൂജ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ ആ മഹത്വം. അതേമാതിരി ഇത് കാളിയെ പൂജിച്ചിട്ടുള്ള 2 പേരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരും അതേമാതിരി ശാരദാദേവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്ക് കഥകളൊക്കെ ഉണ്ട്. അതുമാതിരി ഈ കാളിയെ ഉപാസ്യ ദേവതയായി കണക്കാക്കിക്കൊണ്ടാണ് ഒട്ടും വിശ്വാസമില്ലാത്ത വിവേകാനന്ദ സ്വാമികൾക്ക് പോലും ആ ജ്ഞാനം ഉണ്ടായത് എന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ വീട്ടിലൊക്കെ ഭാഗമൊക്കെ വെക്കണതിന്റെ മുമ്പേ നമ്മൾ എന്താ പറയാ, എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ. വീട്ടിലൊരു 4-5 മക്കൾ ആൺമക്കളൊക്കെ ഉണ്ട്, 4-5 പെൺകുട്ടികളൊക്കെ ഉണ്ട് വിചാരിക്കുക ഇല്ലേ. അതിന്റെ മുമ്പേ ഭാഗം വെക്കണതിന്റെ മുമ്പേ എന്തുണ്ടാവും? എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ. അത് കഴിഞ്ഞാലോ ഭാഗം വെച്ച് ഓരോരുത്തർ ഓരോ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ നിന്റെ അമ്മ, നീ നോക്കിക്കോ നീ നോക്കിക്കോ നീ നോക്കി. പാർട്ടീഷൻ, അമ്മയ്ക്ക് പാർട്ടീഷൻ ഉണ്ട്. ഇപ്പഴെന്തൊക്കെ അറിയില്ല കേട്ടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. അമ്മയെ നോക്കണമെങ്കിൽ ആണുങ്ങളാണ് അമ്മയെ നോക്കുക, ഞങ്ങളൊന്നും നോക്കില്ല. എന്താ നോക്കാൻ പറ്റില്ലേ? നമ്മുടെ അടുത്തുള്ള പൈസയൊക്കെ കിട്ടിയപ്പോ നിന്റെ അമ്മയും ഇല്ലേ, അതുവരെ നിന്റെ അമ്മ. നിന്റെ അമ്മയ്ക്ക് 10 ഏക്കർ സ്ഥലമുണ്ട്, 10 മക്കളുണ്ട്, ഓരോരുത്തർ ഓരോരോ ഏക്കർ തിരിച്ചു കൊടുത്ത് നോക്കൂ. ഇനി നീ എൻ്റെ അമ്മയെ നോക്കിക്കോ, നീ എൻ്റെ മൂത്താള് നോക്കിക്കോളൂ. ഗുരുവായൂർ പോയ അമ്മമാര് റോട്ടിലിങ്ങനെ കിടക്കുന്നുണ്ട് ഇല്ലേ. എന്താ കാരണം? ഇതന്നെയാണ്, മക്കൾക്ക് പൈസ മാത്രമേ വേണ്ടൂ. അങ്ങനെയാണോ നമ്മൾ പഠിക്കേണ്ടത്? അപ്പോ അതായത് മൈ മമ്മ യുവർ മമ്മ എന്നൊക്കെ പറയണ അതല്ലേ, അത് കുറച്ച് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മൈ മമ്മയായി യുവർ മമ്മയായി ഇല്ലേ. അതാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് നടക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഓരോരോ സ്റ്റേജില് 5 വയസ്സ് വരെ നമ്മള് അമ്മയെ നല്ല ബഹുമാനിക്കും. എൻ്റെ അമ്മയെ വിളിച്ച് പിന്നാലെ നടക്കും ഇല്ലേ. 5 വയസ്സ് വരെ ഇല്ലേ. 5 വയസ്സ് വരെ അമ്മേനെ പിന്നാലെ നടക്കും. അപ്പൊ പറയും അമ്മ സ്നേഹിക്കും, ഒക്കെ വിളിക്കും. ഒരു 10 വയസ്സായ കുട്ടിയോട് ചോദിച്ചു നോക്കി നോക്കൂ, അമ്മ ഇടയ്ക്ക് ഓരോ ചൊറിയൊക്കെ ചെയ്യും ഇല്ലേ. ഇല്ല, അമ്മ ഇടയ്ക്ക് ചൊറിയൊക്കെ ചെയ്യും. വെറുതെ എന്താ കുട്ടിയെ അതൊക്കെ എടുക്കരുത്, കുട്ടിയെ പന്ത് കളിക്കാൻ പോവരുത്, നീ വീഴും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്താ പറയാ, അമ്മേ ഇടയ്ക്ക് ചൊറിയൊക്കെ ചെയ്യും, എന്നാലും സാരമില്ല. കാരണം ഭക്ഷണം കിട്ടണമെങ്കിൽ 10 വയസ്സിൽ ഭക്ഷണം കിട്ടണമെങ്കിൽ അമ്മ വേണം. ആണോ അല്ലേ? പറഞ്ഞ 5 വയസ്സ് വരെ അമ്മേ അമ്മേ അമ്മേന്ന് വിളിച്ചിട്ടുള്ള ആ പയ്യൻ
10 വയസ്സാകുമ്പോ മറ്റുള്ളവരോട് പറയും, അമ്മ ഇടയ്ക്ക് ചോറിയൊക്കെ ചെയ്യും, എന്നാലും പാവല്ലേ, ഭക്ഷണമൊക്കെ തരുന്നൊക്കെ പറയും ഇല്ലേ? അങ്ങനെ 20 വയസ്സായി, ആ പയ്യന് 20 വയസ്സായി. എന്നിട്ട് എന്താ ഉണ്ടായ? അച്ഛനോട് ചോദിക്കുക, അമ്മേ അച്ഛാ എങ്ങനെ ഇതിനൊക്കെ സഹിക്കണത് ഇല്ലേ? പ്രായത്തില് നോക്കൂ ചോദിക്കാം. 20 വയസ്സിലെ കുട്ടികളെ കുറിച്ച് വിവരം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഇഷ്ടത്തിന് മക്കള് വളർന്നില്ലെങ്കിൽ അമ്മ ചീത്ത പറയുമ്പോ ഇതാ മാന്തല് ഇല്ലേ? കുട്ടികൾക്കൊക്കെ ഒരു മാന്തലുണ്ട്. 20 വയസ്സെ കുട്ടികൾക്കൊക്കെ നല്ല മാന്തല. 15 വിട്ടിട്ട് 20 വയസ്സ് നല്ല മാന്തല് മാന്തിക്കൊണ്ടിരിക്കും ഇല്ലേ? പഠിക്കില്ല. മാന്തുമ്പോ അമ്മ പറയും അതെടുത്ത് വെക്കേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുമ്പോ അച്ഛനും ഒരു ഭാഗത്ത് മാന്തും. അമ്മയെ കാണുമ്പോ മാറ്റി വെക്കുള്ളൂ കേട്ടോ ഇല്ലേ? അമ്മ വരണമെന്ന് കണ്ട അച്ഛൻ ആദ്യം കാണുമ്പോ അച്ഛന്റെ മടിയില് അച്ഛൻ മര്യാദക്കാരനായിട്ട് ഇരിക്കും ഇല്ലേ? അപ്പൊ അമ്മ എന്ത് പറയും? അമ്മ ചീത്ത പറയുന്നത് നിർത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് മക്കള് നന്നാവണം എന്ന ആഗ്രഹങ്ങളാണ് ഇല്ല. എന്ന് വെച്ചാൽ അച്ഛനെ പേടി എന്നല്ലാതെ ഇപ്പൊ ഞാൻ പറയണത്. ഞാൻ പറഞ്ഞ തെറ്റായ ധാരണ നിങ്ങൾ എടുക്കരുതേ. ഞാനൊരു തമാശക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ മുകളില്. അപ്പോ 20 വയസ്സിൽ എന്താ പറയാ? മകൻ പറയും, ഇനി ഇതിനൊക്കെ സഹിക്കണത് എന്ന് ചോദിക്കില്ലേ 20 വയസ്സിലല്ലേ? അങ്ങനെ ആ പയ്യന് 30 വയസ്സാവുമ്പോ എന്താ പറയാ? കൂട്ടുകാരനോട് പറയും, ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടാവും, കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താ പറയാ? കല്യാണം കഴിച്ച് 25 വയസ്സിൽ കല്യാണമൊക്കെ കഴിച്ചു. കൂട്ടുകാരോട് പറയും, അതേ ഭാര്യയോട് പറയും, എന്താ പറയാ, ഞാനിപ്പോ അമ്മോട് മിണ്ടാറില്ല, എത്രപ്പ നോക്കിയാലും ചീത്തയുള്ളൂ, എനിക്ക് നീയുണ്ടല്ലോ. ഈ ഭാവം ഉണ്ടാവുക 30 വയസ്സാകുമ്പോ ആണുങ്ങൾക്കൊക്കെ ഇല്ലേ? മക്കൾക്കൊക്കെ ഉണ്ടാവുക ഇല്ലേ? നീയുണ്ടല്ലോ, അമ്മ എന്താ ചൊറിഞ്ഞോട്ടെ, നീ അങ്ങനെ മാന്താനൊന്നും പോണ്ട. അമ്മായിയമ്മയും മരുമകളെ കൂടിയിട്ടുണ്ടെങ്കിലോ, മകളെ കൂടിയിട്ടുണ്ടെങ്കിലോ, എന്നാ കേമായി, നീ ചൊറിയാനൊന്നും പോണ്ട. ഉപദേശാര കൊടുക്കണത്, എൻ്റെ അമ്മ ചൊറിഞ്ഞോട്ടെ, സാരമില്ല, നീ ഞങ്ങൾ മാന്താൻ പോണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആര് നിർത്തുക? 30 വയസ്സിൽ ആക്കി നിർത്തുന്ന പറയണത്. പിന്നെന്താ ഉണ്ടാവുക? 40 വയസ്സാകുമ്പോൾ അതിനൊക്കെ 2 കുട്ടികളൊക്കെ ഉണ്ടായി, 2 ആൺകുട്ടികളൊക്കെ ഉണ്ടായി. കുട്ടികളെ അങ്ങോട്ട് വികൃതി അടിക്കാൻ തുടങ്ങുമ്പോൾ എന്തുണ്ടാവുക? 40 വയസ്സാകുമ്പോൾ അവന്റെ കുട്ടികള് വികൃതി അടിക്കാൻ പോകുമ്പോ അതേ അവന് ചൊറിച്ചില് വരും. അമ്മ അപ്പുറത്ത് നിന്നിട്ട് കുട്ടികളെ നല്ല ചീത്ത പറയും. അപ്പൊ അവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ അമ്മ അന്ന് ചൊറിഞ്ഞാലും വേണ്ടില്ല, വെറുതെ അല്ല അമ്മ ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള നമുക്ക് അപ്പളേ മനസ്സിലാവുള്ളൂ. വെറുതെ അല്ല എന്റെ നേരെ അമ്മ ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എത്ര വയസ്സായി ഇല്ലേ? അപ്പൊ നമ്മൾ 5 വയസ്സ് വരെയാണ് നമ്മള് ശരിക്കും ഒരു അമ്മയെ സ്നേഹിക്കുന്നുള്ളൂ. പിന്നെയുള്ള അമ്മയുടെ വില അറിയണം എന്നുണ്ടെങ്കിൽ 35 വർഷം അങ്ങനെ ഇരിക്കണം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയണത്? 35 വർഷം കഴിഞ്ഞാൽ നമുക്കൊരു അമ്മയെ പറ്റിയിട്ട് ഓർമ്മ വരും. എൻ്റെ അമ്മ എത്ര നല്ലതാണ്, അമ്മ ഈ സ്വീറ്റ് ലേഡി എന്നൊക്കെ പറയും ഇല്ലേ? പോയിട്ട് കെട്ടിപ്പിടിക്കും. അപ്പൊ അമ്മ എന്താ പറയാ? നീ എന്നെ കെട്ടിപ്പിടിക്കൊന്നും വേണ്ട, നീ വന്നതിന്റെ ഉദ്ദേശം എനിക്കറിയാം. എൻ്റെ 10 ഏക്കറിൽ 1 ഏക്കറേ നോക്കിയാൽ തരുള്ളൂ, ബാക്കി എല്ലാവർക്കും കൊടുക്കണ്ടേ? അപ്പൊ എന്തിനാ 40ാമത്തെ വയസ്സിൽ വരണത് ഇല്ലേ? പിന്നെ അപ്പുറത്ത് വന്നിട്ട് അമ്മ കെട്ടിയായിട്ട് പിടിക്കുക, അമ്മേനെ കെട്ടിപ്പിടിക്കുക, അമ്മേന്ന് വിളിച്ചിട്ടാണ് വരുന്നത് 40 വയസ്സില്. അപ്പുറത്ത് ഭാര്യ പറഞ്ഞിട്ട് മര്യാദക്ക് പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നോളി കിട്ടാനുള്ളതൊക്കെ. അമ്മ പോയാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കൊന്നും കിട്ടില്ല അല്ലേ? ആലോചിക്കണം. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ കാണുന്ന കാര്യങ്ങളാണ് അല്ലേ? ഈ അമ്മയോടുള്ള സ്നേഹം ഇങ്ങനെ മതിയോ? ആ 5 വയസ്സിലുള്ള സ്നേഹം നമ്മള് 40 വയസ്സില് സ്വത്തൊക്കെ വാങ്ങിച്ചു, അമ്മടേക്ക് എഴുതി വാങ്ങിച്ചു, അമ്മടേക്ക് ഒന്നുമില്ല, അമ്മ ഗോവിന്ദ നാരായണ ഹരേ രാമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമ്പലങ്ങളിൽ വന്നിട്ട് സപ്താഹങ്ങളൊക്കെ കേട്ടിരിക്കും. അവരവരുടെ ജീവിതം എൻജോയ് ചെയ്യും ഇല്ലേ? അമ്മമാരൊക്കെ. ആരില്ലെങ്കില് എന്താ ഗുരുവായൂരപ്പൻ ഉണ്ട് ഇല്ലേ? അത് മക്കളും പറയട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് പറയും, അമ്മയ്ക്കിടയ്ക്ക് ഗുരുവായൂരൊക്കെ പൊക്കൂടെ, ആ അമ്പലത്തിൽ സപ്താഹം നടത്തുന്നുണ്ട്, 7 ദിവസം അവിടെ പോയ ഭക്ഷണമൊക്കെ കിട്ടും, പൊക്കൂടെ. ഇങ്ങനെയുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല, ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. എല്ലാവരും എല്ലാം ഞാൻ പറയണത്. ഇതൊക്കെ നമ്മൾ എന്താ പറയാനുള്ള കാരണം, ആ അമ്മയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയണത്. അല്ലാണ്ട് വേറെ ഒരു ഉദ്ദേശവും എൻ്റെ ഉദ്ദേശത്തിൽ കളിയാക്കാനുള്ള ഉദ്ദേശത്തിലല്ല. അപ്പൊ നമ്മളൊക്കെ അനുഭവസ്ഥന്മാരാണ്.
അങ്ങനെയാണ് ഇത്ര ഈ 45 വർഷം കൊണ്ട് വേണം, അതായത് ഈ അമ്മ നല്ലതാണെന്ന് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടില്ല. 45 വയസ്സാവുമ്പോൾ നമ്മളുടെ അമ്മ നല്ലതാണ്. അവനവൻ കഷ്ടപ്പെടുമ്പോൾ അവനവൻ്റെ മക്കള് ഇതാക്കുമ്പോൾ അതുണ്ടാവുന്ന പറയണത്. ഇതിനെക്കാട്ടിലും രസകരമായിട്ട് വേറൊന്നും കൂടി പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 7ാമത്തെ സ്കന്ധത്തിൽ ഞാൻ പറയുണ്ടായി, ഭാഗവതത്തില് ഈ ചണ്ടാമർക്കന്മാര് പോയി എവിടേക്ക് യാത്രയ്ക്ക് പോയപ്പോൾ പ്രഹ്ലാദനും കൂട്ടരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രഹ്ലാദന്റെ ഒരു ഉപദേശമുണ്ട്, നിങ്ങൾ എന്തിനാ കിടന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, വെറുതെ ബുദ്ധിമുട്ടിയിട്ട് കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്കറിയോ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ട് ഈ ഭഗവാനെ പറ്റിയിട്ടാണ് പറഞ്ഞു കൊടുത്തു എന്നാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് ആദ്യം അറിയൂ എന്നാണ് ചോദിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 10 വയസ്സ് വരെ മാത്രമേ ഇത്രയും നമ്മളൊക്കെ മനുഷ്യന്മാരായിട്ട് ജീവിക്കുള്ളൂ. ആണോ? ഉദാഹരണം പറഞ്ഞു കൊടുത്തത്, ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഉദാഹരണം പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. നമ്മളൊക്കെ 10 വയസ്സ് വരെ അച്ഛനും അമ്മയും പറഞ്ഞതൊക്കെ അനുസരിക്കും. ആണോ അല്ലേ? 10 വയസ്സ് വരെ എന്ത് പറഞ്ഞാലും കേൾക്കും. മിഠായി വേണം, 5 വയസ്സിൽ മിഠായി വാങ്ങിച്ചരാന്ന് പറഞ്ഞാൽ അപ്പം വീഴ അമ്മ പറഞ്ഞതൊക്കെ കേൾക്കും അല്ലേ? നമ്മളങ്ങനെ കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ ആ കടയിൽ പോയിട്ടൊക്കെ ഒരു 1/2 കിലോ പഞ്ചസാര വാങ്ങിച്ചു വാടാ എന്ന് പറയുമ്പോഴേക്കും വരുമ്പോൾ 5 രൂപയ്ക്ക് 5 പൈസയ്ക്ക് മിഠായി വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ 5 പൈസ കിട്ടാനായിട്ട് നല്ല അനുസരണമുള്ള കുട്ടിയായിട്ട് മാറും. അപ്പം എന്താണ്, 1 തൊട്ടിട്ട് 10 വയസ്സ് വരെ അനുസരണയോട് കൂടിയിട്ടുള്ള ജീവിതമാണ് നമുക്കുണ്ടാവുക. ആണോ അല്ലേ? 10 തൊട്ടിട്ട് 20 വയസ്സ് വരെ അവനോട് പറഞ്ഞു നോക്കൂ, പഞ്ചസാര വാങ്ങിക്കാൻ പറഞ്ഞു നോക്കൂ, അവിടെ ചാടിയൊരു പോക്കാണ്ട് പോയില്ലേ? അവൻ അവിടെ പോയി, അവിടുന്ന് അങ്ങോട്ട് ചാടി, മരത്തിൽ ഇങ്ങോട്ട് ചാടി ഇല്ലേ, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, കളിയായി ഇല്ലേ? ആരെമാരെ ജീവിക്കുക 10 തൊട്ടിട്ട് 20 വയസ്സ് വരെ കുട്ടികൾ വെറും ഒരു കുരങ്ങനെ മാതിരിയാണ് ജീവിക്കുക. നമ്മളൊക്കെ ജീവിക്കുന്നത് വെറും 10 തൊട്ടിട്ട് 20 വയസ്സ് വരെ നമ്മുടെ ബുദ്ധി വികസിക്കണ സമയത്ത് കുരങ്ങന്റെ മാതിരി ഇവിടുന്ന് അങ്ങോട്ട് ചാടി അവിടുന്ന് ഇങ്ങോട്ട് ചാടി തറുതല പറഞ്ഞ് മറ്റുള്ളവരെ ബഹുമാനിക്കാണ്ട് തോന്നിയ മാതിരി കാണിച്ച ജീവിതങ്ങള് 20 വയസ്സ് വരെ ജീവിക്കുന്നു. അപ്പൊ നമ്മളൊക്കെ ശരിക്കും മനുഷ്യനായിട്ട് ജീവിക്കണില്ല, കുരങ്ങന്റെ മാതിരി ജീവിക്കണത് അല്ലേ? 10 വയസ്സ് വരെ ബാലനായിട്ട് ജീവിക്കും, 20 വയസ്സ് വരെ കുരങ്ങനായിട്ട് നമ്മൾ അങ്ങോട്ട് ചാടില്ലേ? കുട്ടികളെ കണ്ടു നോക്കൂ. ചിലപ്പോ സൈക്കിളിലൊക്കെ പോയിട്ട് മുട്ടൊക്കെ ചിരകി പൊളിച്ച് അങ്ങോട്ട് രാത്രി അങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ, ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് കാലൊക്കെ ഇങ്ങനെ തിരിഞ്ഞിട്ടാവും വരുന്നുണ്ടാവും അല്ലേ? ഇന്നത്തെ കാലത്ത് നടക്കണതാണ്. വീഴും, അവർക്ക് പേടിയില്ല. വീട്ടിൽ വന്ന് കടപ്പിലായ എന്താ അമ്മ പറയാ, അങ്ങനെ കടന്നു, എന്നാലേ കുറച്ച് ദിവസം ഓടില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഈ ഓടിച്ചാടി നടക്കണ കാലമാണ് കുട്ടിക്കാലമാണ് 10 തൊട്ടിട്ട് 20 വയസ്സ് വരെയുള്ള ജീവിതം. 20 വയസ്സ് തൊട്ടിട്ട് ഒരു 50 വയസ്സ് വരെ നമ്മൾ എങ്ങനെ ജീവിക്കുക അറിയോ? നമ്മളൊക്കെ മൃഗത്തിന്റെ അവസ്ഥയിലൊന്നും ജീവിക്കുക. 20 വയസ്സ് തൊട്ടിട്ട് 50 വയസ്സ് വരെ കഴുതേ മാതിരി നമ്മൾ ജീവിക്കും. എന്താ കാരണം? ഇങ്ങനെ പ്രാരബ്ധങ്ങൾ പേറി ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് കല്യാണം കഴിച്ച് കുട്ടികൾക്ക് വേണ്ടത് സ്കൂൾ ഫീസായി, അവിടുന്ന് കടം വാങ്ങിച്ചു, ഇവിടുന്ന് കടം വാങ്ങിച്ചു. ഇതൊക്കെ എന്താ ഭാരങ്ങള്? കഴുതല്ലേ ഭാരങ്ങളെ ഏൽക്കുക? ആണോ അല്ലേ? അങ്ങനെ പ്രാരബ്ധ, ഇതൊക്കെ പ്രകൃതിയുടെ കാര്യങ്ങളാട്ടോ, മഹാമായയുടെ വികൃതികളാതൊക്കെ പറയണത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരാൻ അതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ആരാ ജീവിക്കണത്? ആ മഹാമായനാണ്. 50 വയസ്സ് വരെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച് മക്കളായി, മക്കളുടെ കല്യാണമായി, ഇത്ര സ്വർണം പവൻ വേണം, ആന വേണം, കുതിര വേണം എന്നൊക്കെ പറഞ്ഞാൽ അധ്വാനം ചോദ്യം കൊണ്ട് നടക്കും. 50 വയസ്സ് വരെ പ്രാരബ്ധങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ കഴുതയുമായി ജീവിക്കും. 50 വയസ്സ് തൊട്ടിട്ട് ഒരു 60 വയസ്സാവുമ്പോഴോ എന്തായിട്ടാ നമ്മൾ ജീവിക്കുക? നമ്മള് വീട്ടിലെ കളവക്കാര്, മക്കളൊക്കെ കല്യാണം കഴിക്കും ഇല്ലേ? കുട്ടികൾക്ക് കുട്ടികളുണ്ടാവും ഇല്ലേ? വെറും നായക്കളെ മാതിരി കാവലാവും നമ്മളുണ്ടാവും. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ബാഗ് തൂക്കിയിട്ടിട്ട് കുട്ടികളെ കയ്യെ പിടിച്ച് പോവും. മകള് ജോലിക്ക് പോവും, മകനും ജോലിക്ക് പോവും. കുട്ടികളെ ആരാ നോക്കുക? ആണോ അല്ലേ? 50 തൊട്ടിട്ട് 60 വയസ്സ് വരെ നമ്മുടെ ജീവിതം അങ്ങനെ ആയിരുന്നില്ലേ? ചില 50 വയസ്സ് ആവാത്തവരോട് ഞാൻ പറയണില്ല കേട്ടോ, അതുവരേക്കുള്ള അതിന് ശേഷമാണ് അതില്ലേ? 50 വയസ്സ് തൊട്ടിട്ട് 60 വയസ്സ് വരെ കവൽ നായയെ പോയിട്ട് അതേമാതിരി ഇരിക്കും എന്നാണ് പറയുന്നത്. ഒരു 60-65 ആക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 70 വയസ്സ് തൊട്ടിട്ട് 90 വയസ്സ് വരെ ആയുസ് കിട്ടി വിചാരിക്കുക. നമ്മൾ ആരെമാതിരി ആകും അറിയോ? എന്താ?
നമ്മൾ മൂങ്ങയെ മാതിരിയാണ്. മൂങ്ങ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്ത് പറഞ്ഞാലും ഇപ്പൊ സുഖം തന്നെ അല്ലേ, ഇല്ലേ? ഭക്ഷണം കഴിക്കുക, ഇനി എന്തെങ്കിലും വേണോ, ഇല്ലേ? ഈ മൂളലേ ഉള്ളൂ, മൂങ്ങമാതിരിയാണ്, മൂളലേ ഉള്ളൂ. എത്ര വയസ്സ് തൊട്ടിട്ട്? 70 വയസ്സ് തൊട്ടിട്ട് 90 വയസ്സ് വരെ, അല്ലേ? മനുഷ്യൻ ആയുസ് 100 വയസ്സ് വരെ ഉണ്ടെന്ന് വിചാരിക്കുക. 90 തൊട്ടിട്ട് 100 വയസ്സ് വരെ നമ്മൾ എങ്ങനെ വിചാരിക്കുക? തിരിച്ച് നമ്മൾ ആ ബാലന്റെ മാതിരിയാവും. പല്ലുണ്ടാവില്ല, ഒരെണ്ണം ഉണ്ടാവില്ല. 90 വയസ്സാകുമ്പോൾ പല്ലൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ടാവില്ലേ? കുട്ടികളുടെ മാതിരി കുറുമ്പിന്റെ കുറുമ്പാവില്ലേ? അതൊക്കെ 80 വയസ്സിൽ ഉറങ്ങുണ്ടാവും, കുറുമ്പൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോ ഇങ്ങനെയാണത്രേ മനുഷ്യൻ 1 തൊട്ടിട്ട് 10 വയസ്സ് വരെ ബാലനായിട്ട് ജീവിക്കുന്നുള്ളൂ. അത് 90 തൊട്ടിട്ട് 100 വയസ്സ് വരെ ബാലനായിട്ട് ജീവിക്കുന്നുള്ളൂ. ആകെ 20 വർഷമാണ് 100 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ബാലനായിട്ട് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അങ്ങനെയാണത്ര ഈ വക മനുഷ്യന്മാരൊക്കെ ജീവിച്ചു പോണത്. അപ്പൊ നമ്മളുടെ ജീവിതങ്ങളൊക്കെ ഇതേമാതിരി കൊഞ്ഞനായിട്ടും കഴുതയായിട്ടും നായയായിട്ടും മൂങ്ങയായിട്ടും അതേമാതിരി ബാലനൊക്കെ ആയിട്ട് നമ്മൾ വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഒരു ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സപ്താഹത്തിനൊക്കെ പോയ അമ്മമാരെ കാണുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. ഒക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്ന എന്തെങ്കിലുമൊക്കെ എത്രയും കാലം ഓടി നടന്നില്ലേ, കുറച്ച് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഭാഗവതമൊക്കെ കേൾക്കുക, നാമം ചെല്ലുക, അതൊക്കെ ഇല്ലേ? പണ്ടത്തെ കാലത്തൊക്കെ വീട്ടിൽ വൈകുന്നേരമായിട്ട് നാമം ചെല്ലുകയായിരുന്നില്ലേ? അശ്വതി ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, കർണാടകം, പൂയ. ഇന്നത്തെ കുട്ടികൾ ചോദിച്ചു നോക്കൂ, പലതും പറയൂ. അശ്വതി ഭരണൊക്കെ പറയും. പട്ടിക പട്ടികയിൽ 16ാമത്തെ പട്ടിക പട്ടിക ഇല്ലേ 13ഒക്കെയാണ് ചെല്ലുമ്പോഴേക്കും നമ്മുടെ ശ്വാസം പോവില്ലേ? ചെല്ലറിയായിട്ടേ ഇല്ലേ? കാരണന്മാരൊക്കെ ഇരുത്തി അങ്ങോട്ട് പൊരിപ്പിക്കും. നമ്മൾ ഇരുന്ന് ചെല്ലേ 13 എന്നൊരു ചോദിക്കാം. അവരവിടെ നിന്ന് കണക്കാക്കിയിരുന്നിട്ടേ, കാരണന്മാരിരുന്നിട്ടേ കണക്കാക്കും. നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലം അങ്ങനെ ആയിരുന്നില്ലേ? എൻ്റെ ചെറുപ്പകാലം അങ്ങനെ ആയിരുന്നു കേട്ടോ. അതല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ രാത്രി ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇല്ലേ നാമം ചെല്ലണം, ഹരേ രാമ എന്നൊക്കെ ചെല്ലണം. കുറെ നാമം ചെല്ലാലാണ് അങ്ങനത്തെ കിട്ടുള്ളൂ. ഇന്നത്തെ കാലത്തൊക്കെ എവിടെ? ഇന്നത്തെ കാലത്ത് അമ്മമാർക്ക് സമയമില്ല. 7 മണിക്ക് അങ്ങോട്ട് ഓണങ്ങോട്ട് ചെയ്താൽ 10 മണി വരെ സ്ത്രീജന്മം, നല്ല ജന്മം, ഇല്ലേ? അങ്ങനെ എന്തെല്ലാം പേരുകളൊക്കെ, കുടുംബ വഴക്കോ ഇല്ലേ? ഇതൊക്കെ ആ കുടുംബ വഴക്ക് പറഞ്ഞ സീരിയൽ കണ്ട കുടുംബ വഴക്ക് ഉണ്ടാവും എന്നുള്ളത് ഒരു സംശയവും വേണ്ട, ഇല്ലേ? അതിൽ കാണിക്കണമെന്ന് അതൊക്കെ തന്നെയാണ്. എന്താ വെച്ചാൽ ഞാൻ കാണാറൊന്നും ഇല്ല കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇരിക്കുമ്പോൾ ഞാനിപ്പോൾ സീരിയലിൻ്റെ പിന്നാലെ വേണമെന്നുള്ളത്, ഇല്ലേ? എനിക്ക് ഈ പുസ്തകത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന സമയമുള്ളൂ. അത് ഭാര്യൻ്റെ അടുത്ത് പറയും, എപ്പോൾ നോക്കിയാൽ അതിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ചെയ്യില്ലേ? ഇല്ലേ? അങ്ങനെയൊക്കെ ഇതൊന്നും പറഞ്ഞിട്ട് ഇതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും കുറ്റം പറയില്ല. നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് പോവുക, ഇടയ്ക്കൊക്കെ ഒന്ന് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് വന്ന് നമസ്കരിക്കുക. അമ്മ അങ്ങനെ കാണും, കണ്ണു വീഴ്ച നോക്കും, ഇല്ലേ? ഏത് അമ്പലത്തിലാണ് ദൈവം കണ്ണടച്ചിട്ടിരിക്കുന്നത്? ഏത് അമ്പലത്തിലാണ് ദൈവം കണ്ണടച്ചിരിക്കണത്? നമ്മൾ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിഞ്ഞിരിക്കൊന്നുമില്ലല്ലോ. എന്തിനാ കണ്ണ് തുറന്നിരിക്കണത്? എന്തിനാ ദൈവം കണ്ണ് തുറന്നിരിക്കുന്നത്? കണ്ണ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. എന്നെ കാണാൻ വന്നവരെ കാണാൻ വേണ്ടി ഞാൻ കണ്ണു പോലും അടയ്ക്കാണ്ട് നിങ്ങളെ കാത്തുകൊണ്ടിരിക്കുകയാണ്. പോണ്ടതാരാ? നമ്മൾ പോവോ? നമുക്കിത് മാതിരി കാവക്കാരെ മാതിരി ഇങ്ങനെ ഇരിക്കണ്ടേ? കുട്ടികളെ നോക്കിയിട്ടും പട്ടികളെ നോക്കിയിട്ടും. കുട്ടികളെ നോക്കാം, കൂട്ടൊരു പട്ടി ഉണ്ടെന്നുണ്ടെങ്കിലോ എന്നാ കേമായി. അത് വീടിൻ്റെ ഉള്ളിൽ കയറി എവിടെന്നിറങ്ങി ഇല്ലേ? അങ്ങനെയല്ലേ? ചില വീട്ടിൽ പട്ടികൾ അതായത് അച്ഛനമ്മയും കിടക്കുന്ന അടുക്കിൽ കുട്ടികളും കിടക്കുന്നുണ്ടാവും. വേണ്ട ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ ഇഷ്ടമാതിരി ഞാൻ കാണിച്ചു തരാം. എന്താ എൻ്റെ കുട്ടിയാണെന്നുള്ളതാണ്. 2 മക്കൾ വലുതായിട്ടുണ്ടാവും. അവരെവിടെയെങ്കിലായിരിക്കും, ബാംഗ്ലൂരിലോ അവരുടെ ഡൽഹിയൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ നോക്കാം, അവർക്ക് വേണ്ട സമയം പോണ്ടേ, അതിന് പിന്നെ നടക്കുക എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ ഇതെന്താ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെപ്പോഴും ഉണ്ടല്ലോ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതൃത്വത്തിൻ്റെ ഒരു ഭാവമാണ് അമ്മ എന്ന് പറയുക. ഇപ്പോൾ ശരിക്കും പറയുക അങ്ങനെ സംസ്കൃതത്തിൽ പറയും, ലാളനം പഞ്ചവർഷയേതെന്ന് പറയും. കുട്ടികളെ ലാളിക്കേണ്ട പ്രായമാണ് 5 വയസ്സ് വരെ, ഇല്ലേ? ലാളനം പഞ്ചവർഷയേതെന്ന് പറയും. 5 വർഷം കുട്ടികളെ നന്നായിട്ട് ലാളിച്ചോളും. അവിടെ വയ്ക്കുക, ഉമ്മ വയ്ക്കുക, അവിടേക്ക് കൊണ്ടുപോകുക, എന്ത് സ്നേഹിച്ച് വേണം.
പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താടനം ദശവർഷിണി എന്ന് പറയും. 5 വയസ്സ് തൊട്ടിട്ട് 10 വയസ്സ് വരെ താടനം അടിച്ച് പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഒന്നും അവർ നന്നാവില്ല, കുട്ടികൾ നന്നാവില്ല. അതായത് 5 തൊട്ട് 10 വയസ്സ് വരെ ഇന്ന് പഠിച്ച 10 വയസ്സ് കഴിഞ്ഞാൽ തിരിച്ചടിക്കത്. കാരണം 10 വയസ്സ് വരെ പറഞ്ഞത്, അല്ലെങ്കിൽ 15 ആക്കാറുണ്ട് നമുക്ക്. അത് കാരണം 10 വയസ്സ് വരെ താടനം ദശവർഷിണി എന്ന് പറയും. 10 വയസ്സ് വരെ അടിച്ച് പഠിക്കണം അല്ലേ. കുട്ടികളെ മെരുക്കി എടുക്കണം. ആനയൊക്കെ മെരുക്കി എടുക്കുന്ന സമയം തന്നെ അറിയോ, അവരെ നല്ല അടി അടിച്ചിട്ടാണ്. അതേമാതിരി കുട്ടികളെ അടിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ തെറ്റിപ്പോവില്ല. പിന്നെന്താ പറയണത്, പീഡനം പഞ്ചദശം എന്ന് പറഞ്ഞു. എന്തല്ല അല്ല, പഠനം പഞ്ചദശം എന്ന് പറഞ്ഞു. അതായത് 10 തൊട്ടിട്ട് 25 വയസ്സ് വരെ പഠിക്കുക മാത്രം കുട്ടികളെ ചെയ്യിപ്പിക്കേണ്ടതാണ്. അത് അച്ഛനമ്മമാർ നോക്കുന്നേ വേണം. 25 വയസ്സ് വരെ പഠിക്കുമ്പോഴേക്കും ഒന്നുകിൽ ഒരു ഡോക്ടറാവും, അല്ലെങ്കിൽ വല്ല എഞ്ചിനീയർ ആവും ഇല്ലേ. അവരുടെ കാര്യം നോക്കണം. അതിനുശേഷം എന്താ, പീഡനം പഞ്ചവിംശതി. പഞ്ചവിംശതി പറഞ്ഞ 25-ാമത്തെ വയസ്സാണ്. 25-ാമത്തെ വയസ്സ് തൊട്ടിട്ട് അവന്റെ ഗതി പീഡനം തന്നെയാണ്. അപ്പോഴേക്കും ഒരു കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചാൽ എന്താ ഉണ്ടാവുക, പീഡനം തന്നെ ഇല്ലേ. പിന്നെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഭാര്യയ്ക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് ഞാൻ പറഞ്ഞൊന്നല്ല. അതൊക്കെ എന്താ, അതാണ് പറഞ്ഞത്. ലാളനം പഞ്ചവർഷയേത് താടനം ദശവർഷിണിയും പഠനം പഞ്ചദശം പീഡനം പഞ്ചവിംശതി എന്ന് പറഞ്ഞാണ്. ഇങ്ങനെ ഓരോരോ സമയങ്ങളിലായിരിക്കണം നമ്മളുടെ ഈ പറഞ്ഞ ജീവിത ശൈലികളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഈ ഭദ്രകാളിയെ ആർക്കെല്ലാം ഉപാസിക്കാം എന്നുള്ളത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ നന്മയിലും തിന്മയിലും ഒരേ ശക്തി കാണണം എന്നുള്ളതാണ് പറയുക ദേവി ഭാഗവത്തിലൊക്കെ പറയണത്. അതായത് ദേവി ഉപാസനയുടെ കാതലായിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നന്മയിലും തിന്മയിലും അതായത് ഒരേ ശക്തിയെ കാണും. നല്ലതുണ്ടായാലും ചീത്ത ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ദേവിയെന്നൊക്കെ അതായത് ജീവിക്കാൻ പഠിക്കണം എന്നാ പറയുക. അപ്പം നമ്മളിപ്പോ നന്മയിൽ മാത്രം ഈശ്വരനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ ഭീരുക്കൾ എന്നാ പറയുക. നമുക്ക് നല്ലത് മാത്രമേ വേണ്ടൂ, അവർക്ക് കഷ്ടപ്പാടൊന്നുണ്ടെങ്കിൽ സഹിക്കാൻ സാധിക്കില്ല. അപ്പൊ ആരാണ്? ഭീരുക്കളാണ്. നന്മയിൽ മാത്രം കാണുന്നതാണ് ഈ പറഞ്ഞ ഭീരുക്കള്. എന്നാലോ തിന്മയിലും ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയപ്പെടണം ഇല്ലേ. ഇപ്പോ നമ്മൾ പറയാറുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത സകല തെറ്റുകളും ഭഗവാനെ പുറത്ത് മാപ്പ് തരേണമേ. പറയാറുണ്ടോ? അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയാറുണ്ട്, ഞാനും പറയാറുണ്ട് ഇല്ലേ. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത സർവ അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന് പറയാറുണ്ട്. ആ പറഞ്ഞത് സത്യമുണ്ടോ? സത്യമുണ്ടോ? ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് ദേവി എന്നെ പറയും, നീ ചെയ്യുന്നത് തെറ്റാണ്. ഒരു ബോധം ഇല്ലെങ്കിൽ ഞാൻ ബുദ്ധിയില്ല എന്നർത്ഥം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരനെ, നമ്മുടെ ചിത്തത്തിലിരിക്കുന്ന ഈശ്വരൻ വാസുദേവനെ മറച്ചു വെച്ചും കൊണ്ട് ഒരു തെറ്റ് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അറിഞ്ഞും കൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ്. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഭഗവതിയുടെ അടുത്ത് പറയും, അമ്മേ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റ് മാപ്പാക്കണേ. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിന് നമ്മളാരാണ്? അമ്മയുടെ അടുത്ത് പോയിട്ട് നമ്മള് നുണ പറയുകയാണെങ്കിൽ ചെയ്യുന്നത് ശരിയാണോ? അപ്പോ എന്ത് ചെയ്യുമ്പോഴും തെറ്റാണ് എന്നുണ്ടെങ്കിൽ ആ തെറ്റാണ് ശരി എന്ന ആ ബോധം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മയെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ നമ്മൾ തെറ്റ് ചെയ്തിട്ട് അമ്പലത്തിൽ പോയിട്ട് ദേവിയുടെ മുഖത്തൊക്കെ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല. ഉണ്ടോ? ഉണ്ടോ? ദേവി ഇങ്ങനെ ഇരിക്കില്ല, വാളൊക്കെ പിടിച്ചിട്ടായിരിക്കണതില്ലേ. എന്താ പേടി? അത് നോക്കണ്ടതാ പറയണത്. അതായത് ഈ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഈ കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്, 9-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തപാമി അഹം അഹം വർഷം നിഗൃഹണാമി ഉത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സത് അസത് ച അഹം അർജുന എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കില് പറയാണ്, ഹേ അർജുന. അർജുനനൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ? എല്ലാം പേടിച്ച് ഉണ്ടാണ്ട്
ഇരുന്നിട്ട് സറണ്ടർ ചെയ്തിട്ടുള്ളതാണ്. ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഉയർത്തിക്കൊണ്ടെന്താണ് എന്താ പറഞ്ഞത്? അർജുന, തപാമി അഹം, അതായത് ഈ ലോകത്തിന് സൂര്യനിലൂടെ പ്രകാശവും ചൂടും നൽകുന്നത് ഞാനാകുന്നു. തപാമി അഹം, അഹം വർഷം, എന്നിട്ടോ മഴ പെയ്യിപ്പിക്കുന്നതും ഞാനാകുന്നു. അതാണ് നിഗൃഹ്ണാമി ഉത്സൃജാമിച്ച. അതായത് സൂര്യനെ കൊണ്ട് എന്ത് ചെയ്യണോ? തപിപ്പിക്കണു. എന്നിട്ടുണ്ടാവുന്നത് വെള്ളം വിടുന്ന ആഗീരണം ചെയ്തിട്ട് മേഘങ്ങളായിട്ട് മാറ്റിയിട്ട് മഴ പെയ്യിപ്പിക്കണം. ആരാ ചെയ്യണത്? അഹം, ഞാൻ തന്നെയാണെന്ന ഭഗവാൻ പറയണത്. പിന്നെ അതാണ് അമൃതം ചൈവ മൃത്യുശ്ച സത് അസത് ച അഹം പരം നർമ്മ. അങ്ങനെ ആ മഴയെ തടഞ്ഞു വെച്ചിട്ട് പെയ്യിക്കുന്നത് ഞാൻ തന്നെയാണ്. അതുപോലെ മരണം ഇല്ലാതെയാക്കുന്നതും മരണം കൊടുക്കുന്നതും അതായത് അത് ഞാൻ തന്നെയാണെന്നാ പറയണത്. അതാണ് അമൃതം ചെയ്വ. അമൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ജീവൻ കൊടുക്കുന്നത് ഞാനാണ്. മൃത്യുംശ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃത്യു കൊടുക്കുന്നതും ഞാൻ തന്നെയാണ്. അപ്പൊ ഭഗവാൻ അല്ലാണ്ട് വേറൊന്നും ഇല്ലല്ലോ. ഇതെന്റെ വാക്കല്ല, എല്ലാം ചെയ്യിപ്പിക്കുന്നത് ഭഗവാനാണ് എന്നുള്ള ബോധത്തെ ഉറപ്പിക്കലാണ് നമുക്കൊക്കെ ചെയ്യേണ്ടത്. അപ്പോ ഈ ഉള്ളതും ഇല്ലായ്മയും ഒക്കെ ഞാൻ തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കിപ്പോ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഭഗവാൻ തന്നതാണ്. ഇല്ലെങ്കിലോ വിഷമിക്കേണ്ട. നമുക്ക് വേണ്ടത് മാത്രമേ ഭഗവാൻ തരുന്നുള്ളൂ. ഭഗവാൻ അല്ലാണ്ട് വേണ്ടാത്തൊന്നും നമ്മൾ കൂടുതല് അതാ പറഞ്ഞത് മോഹക്ഷയം, അതായത് മോഹങ്ങളുടെ ക്ഷയമാണ് മോക്ഷം എന്ന് പറഞ്ഞത്. മോക്ഷം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തുണ്ടാവണം? ആഗ്രഹങ്ങൾ ഇല്ലാതെയാക്കി തീർക്കണം. അതാണ് വേണ്ടത്. അതാ പറഞ്ഞത്. ഇപ്പോ ഇലക്ട്രിസിറ്റി, ഈ ഹീറ്ററിൽ ചൂട് തരും ഇല്ലേ? അതേ സാധനം തന്നെ അല്ലേ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തണുപ്പ് തരുന്നത്? ആലോചിച്ച് നോക്കൂ. അതായത് ഇലക്ട്രിസിറ്റി കറണ്ട് ഇല്ലാത്തിട്ടുണ്ടെങ്കിൽ ഹീറ്ററിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കിട്ടും, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് കിട്ടും. രണ്ടും തരുന്നതെന്ന് ആരാണ്? ഇല്ലേ? അതന്നെ ഭഗവാൻ ചൂടും തരുന്നു, ഭഗവാൻ തണുപ്പും തരുന്നു. അപ്പൊ ഭഗവാൻ ആരാ? കറണ്ട് എന്ന് വേണം. കറണ്ട് എങ്ങനെയാണ്? അനുഭവ സ്വരൂപേണ അറിയേണ്ടതാണ്. ഭഗവാൻ എങ്ങനെ അറിയണം? അനുഭവ സ്വരൂപത്തിലൂടെ നമുക്ക് അറിയണം എന്നാണ് പറയുന്നത്. അങ്ങനെ അതായത് ഭഗവാൻ ഉപാധികളിലൂടെ ഇപ്പൊ ഇവിടുത്തെ കറണ്ട്, വൈദ്യുതി, ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഉപാധിയിലൂടെ പ്രകടമാകുമ്പോൾ തണുപ്പ് തരുന്നു. അതേപോലെ ഭഗവാൻ വേറൊരു ഉപാധിയിലൂടെ നമുക്ക് ദർശനം തരുന്നു. നേരിട്ട് ഭഗവാൻ ദർശനം തരില്ല നമുക്ക്. അതാണ് അങ്ങനെ. അതാണ് ഇപ്പൊ മൺപാത്രത്തില് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണില്ലാതെ മണ്ണിന്റെ പാത്രം ഉണ്ടാവില്ല. ഇതൊക്കെ ഉദാഹരണങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് മണ്ണില്ലാണ്ട് മൺപാത്രം ഉണ്ടാകാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് മൺപാത്രത്തിന് പറയാൻ പറ്റുമോ ഇതിന്റെ പോട്ട് ഇങ്ങനത്തതാണ്, വായ വലുതാണ്? അപ്പോ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ മൺപാത്രത്തിന് പറയാൻ പറ്റില്ല, മണ്ണില്ലാതെ മൺപാത്രം ഉണ്ടാവില്ല. നമുക്കൊക്കെ ബേസ് എന്തുണ്ടാവണം? മണ്ണ്, അതായത് ഈശ്വരനില്ലാതെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് പോവുക. അതായത് ഈ കാളി സങ്കല്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയണ്ടായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിർഗുണ ബ്രഹ്മമായിട്ടുള്ള ആ കാളിയുടെ ഓരോരോ ഭാവങ്ങൾക്ക് ഓരോരോ ഇതെന്താ പറയുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദേവിയുടെ രൂപം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം കൈകളുണ്ട്, ഓരോ കൈകളിലും ഓരോരോ ആയുധങ്ങളുണ്ട്. ഏതൊക്കെ ആയുധങ്ങള്? വാള്, ശൂലം, ഗദ, ചക്രം, കയറ്, അമ്പും വില്ലുണ്ട്, തലയോട്ടിയുണ്ട്, തലയോട്ടി പാത്രമുണ്ട്. ഇങ്ങനെ പല രൂപങ്ങളിലായിട്ട് ആരെ കാണാൻ പറ്റും? ഈ പറഞ്ഞ ദേവിയുടെ രൂപങ്ങളുണ്ട്. ആ രൂപങ്ങൾക്കൊക്കെ ഓരോരോ തത്വങ്ങളുണ്ട്. നമ്മൾ പറയാറുണ്ട്, അമ്മ വന്നിട്ട് പുറത്തേക്ക് നാവ് നീട്ടിയിട്ടുണ്ട്. എന്തിനാ അമ്മ നാവ് നീട്ടിയിട്ടിരിക്കണമെന്ന്? ചുവന്ന നാവ് നീട്ടിയിട്ടിരിക്കുന്നുണ്ട്. തത്വങ്ങൾ മുഴുക്ക പറയാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ മണിയടിച്ചു, അത് ഭക്ഷണം കഴിക്കാനുള്ള മണിയടിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് എന്തുകൊണ്ടാണ് നാവ് നീട്ടിരിക്കണം അമ്മ? ഇല്ലേ? നമ്മളുടെ ശത്രു ആരാ? നമ്മളുടെയൊക്കെ ശത്രു ആരാ? വലിയ ശത്രു ആരാ? നമ്മുടെ നാവ് ശരിയില്ല എന്നുണ്ടെങ്കിൽ
എന്താ നാവ് ശരിയല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശരിയാവില്ല. അപ്പൊ അമ്മ നമുക്ക് കാണിച്ചു തരാണ്, ആദ്യം നിന്റെ നാവിനെ അടക്ക്. ഇതാ പല്ലുകൊണ്ടെന്ന് കടിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല ഇല്ലേ? ആദ്യം നീ നിന്റെ നാവിനെ അടക്കുക എന്നുള്ള മെസ്സേജാണ് അമ്മ പറയണത് ഇല്ലേ? അതേമാതിരി വാള് ഒരു കയ്യിലുണ്ട്. എന്താ? ശിക്ഷ ചെയ്യാൻ, ഏത് സമയത്തും ശിക്ഷ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതായത് നിന്റെ ഉള്ളിലെ അജ്ഞതകളെ നശിപ്പിക്കുന്ന വിവേകമാണ് വാളെന്ന് പറയുന്നത്. നമുക്ക് അറിവില്ലായ്മയെ നശിപ്പിച്ചു കളയുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതേമാതിരി അങ്ങനെ ഓരോരോ ചതുർഭുജകാളി, അഷ്ടഭുജകാളി, ദശഭുജകാളി എന്നൊക്കെ പറഞ്ഞ കുറെ അമ്മയ്ക്ക് കുറെ ഇതുണ്ടെന്നാ പറഞ്ഞത്, ഭാവങ്ങൾ ഉണ്ടെന്നാ പറയണത്. അങ്ങനെ ഈ പുറത്തേക്ക് നീട്ടിയിട്ടുള്ള നാവ് വന്നിട്ട് മൗനത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ എപ്പോഴും മൗനിയായിട്ട് അധികം സംസാരിക്കാതെ ഇരിക്കണം എന്നാ പറയുന്നത് അല്ലേ? അങ്ങനെ അധികം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാവിൻ്റെ മുകളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഓരോരോ വാക്കുകൾക്കും മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കും. അത് കാരണം വേണ്ടത് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് ആ നാവിനെ, അതായത് മൗനം അനിവാര്യമാണ് എന്നുള്ളതാണ് ഇത്. അതുമാതിരി ഈ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് കാളി എന്ന് പറഞ്ഞു. അതായത് പ്രകാശം നൽകുന്നവളാണ് കാണുന്നവൾ. കാളി എന്ന് പറഞ്ഞാൽ പറയുക പ്രകാശം തരുന്നവളാണ് കാളി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജ്ഞാനം കിട്ടണം എന്നുണ്ടെങ്കിൽ അമ്മയുടെ നിറം കറുപ്പ് നിറാണ് അല്ലേ? ആ ജ്ഞാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നാവ് കടിച്ചു പിടിക്കണം, മൗനം ഇല്ലാതെയാവണം. മൗനം ഇല്ലാതെയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ആ ഈശ്വര ചിന്ത മുഴുകും. ഈശ്വര ചിന്ത മുഴുകിയ നമ്മുടെ ഉള്ളിൽ അറിവ് വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ തല അമ്മ പിടിച്ചിട്ടുണ്ട്, ദാരികന്റെ തല കൈ പിടിച്ചിട്ടുണ്ട് ഇല്ലേ? ദാരികന്റെ കഥയ്ക്ക് നല്ല കഥയാണ് കേട്ടോ. അത് ഒരു ദിവസം, അതായത് നമ്മളിപ്പോ എവിടെ എത്തിയിട്ടില്ല. അതായത് ഭദ്രകാളി മഹാത്മ്യത്തിന്റെ 1% പോലും പറഞ്ഞിട്ടില്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അമ്മയെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോ ഇങ്ങനെ ഈ അഹങ്കാരം, ജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ വേണ്ടത്? അഹങ്കാരം ഇല്ലാതെയാവണം അല്ലേ? ഞാൻ എന്ന ഭാവം ഇല്ലാതെയാവണം. ആ ഞാൻ എന്ന അഹങ്കാര ഭാവമാണ് ദാരുകൻ എന്ന് പറഞ്ഞിട്ടുള്ള തല. എന്താണ്? അപ്പൊ നമുക്ക് കാണിച്ചതാണ്, ദാരുകനാകുന്ന അഹങ്കാരത്തെ നീ ഇല്ലാതാക്കിക്കോ. അതിനെന്ത് വേണം? ആദ്യം മൗനം പാലിക്കുക, മനസ്സ് ശുദ്ധമാക്കുക. അത് അങ്ങനെയാണ്. പിന്നെ അമ്മ 2 കൈകളോട് അനുഗ്രഹിക്കുന്നുണ്ട്. അഭയമുദ്ര എന്ന് പറയും ഇല്ലേ? എന്താ ഈ അഭയമുദ്ര പറഞ്ഞ? എന്താ ഈ അഭയം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആശ്രയം എന്നാണ് ഇല്ലേ? അഭയം എന്ന് പറഞ്ഞാൽ ആശ്രയം എന്നുള്ളതല്ല അർത്ഥം. ആ ഭയം എന്താ അർത്ഥം? ഭയമില്ലായ്മ ഇല്ലേ? നമ്മള് അമ്മ അഭയം തരും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അമ്മ സ്വീകരിക്കുന്നുള്ളതല്ല, നിന്റെ ഭയത്തെ ഇല്ലാതെയാക്കി തീർക്കുന്നതാണ് അഭയം എന്ന് പറയുന്നത് ഇല്ലേ? അഭയം തന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പിന്നെ ആ ഭയം ഇല്ലാണ്ടായി പോയി തീർന്നാൽ ജ്ഞാനം ഉള്ളിൽ ഉദിക്കുന്ന പറയണത്. അങ്ങനെ അഭയത്തിലൂടെ ആ ഭയത്തെ ഇല്ലാതെയാക്കിയാൽ അമ്മ തരുന്ന വേറെ ഒന്നാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വരമുദ്ര എന്ന് പറയും. നമുക്ക് അമ്മയെ പറ്റിയിട്ട് നമ്മൾ മൗനിയായിട്ടും ജ്ഞാനമായിട്ടും നമ്മൾ ജ്ഞാനമൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞ് അമ്മയെ നമ്മൾ പേടിയില്ലാതെ ആശ്രയിച്ചാൽ അമ്മ എന്ത് പറയും? തഥാസ്തു വരമുദ്ര ഇല്ലേ? പിടികളൊക്കെ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെയും കാണിക്കില്ലേ? ഇത് അഭയമുദ്ര. പേടിക്കൊന്നും വേണ്ട മോനെ എന്ന് പറയുന്ന കൂട്ടത്തില് മറ്റേതോ വരമുദ്ര അല്ലേ? അങ്ങനെയാണ്. അങ്ങനെ 4 തൃക്കൈകളാണ്. അമ്മയ്ക്ക് അടിക്കാനുള്ള വാളുണ്ട്. അഹങ്കാരത്തെ ഇല്ലാതെയാക്കുക. ഏത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ അനുഗ്രഹം തരാം എന്നുള്ള മൂർത്തിഭാവത്തിലാണ് അമ്മ അങ്ങനെ ഇരിക്കുന്നത്. അമ്മയെ പറ്റിയിട്ട് പറയാനൊന്നും നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. എന്നാലും ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാൻ, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ഇതേമാതിരിയുള്ള സത്സംഗങ്ങളൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. ഈ അമ്പലത്തിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരിക. വന്നതിന് ശേഷം അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അമ്പലങ്ങളൊക്കെ ഓടണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആർക്കാ അമ്പലം വേണ്ടത്?
കമ്മിറ്റിക്കാർക്ക് അമ്പലമൊന്നും വേണ്ട, അമ്പലം നമുക്ക് വേണം ഇല്ലേ? അപ്പൊ ആരാ അമ്പലത്തിനെ ഓടിക്കേണ്ടത്? കമ്മിറ്റിക്കാരല്ല ഓടിക്കേണ്ടത് ഇല്ലേ? അവർക്കും ചെലവുകളുണ്ട് ഇല്ലേ? ഒരു ടിന്റെ എണ്ണയ്ക്ക് തന്നെ വേണം, ഇപ്പൊ 3500 റുപ്യൊക്കെ വേണം ഇല്ലേ? ഇതൊക്കെ കിട്ടണമെങ്കിൽ എവിടുന്ന് വേണം? നമ്മൾ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? കമ്മിറ്റിക്കാർക്കല്ല, അമ്പലത്തിലേക്ക് കൊടുക്കണം ഇല്ലേ? കൊടുത്താൽ മാത്രം മതിയോ? വന്ന് തൊഴണം, ആ കണ്ണ് തുറന്നിരിക്കണം, അമ്മയെ കാണണം. അമ്മ കണ്ടാലാണ് നിങ്ങൾക്ക് ക്ഷേമം, ഐശ്വര്യം, സമാധാനമൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ അമ്മ നമ്മുടെ കാൽക്കൽ വന്നിട്ട് ഇങ്ങനെ ഒരു 1.5 മണിക്കൂർ എന്തെങ്കിലും പറയാൻ പറ്റി, എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾക്ക് വല്ല വിഷമം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാപ്പ് അർഹിക്കാനേ എനിക്ക് പറ്റുള്ളൂ, ചോദിക്കാനേ പറ്റുള്ളൂ. തരേണ്ടത് അമ്മയാണ് കേട്ടോ. എന്നോട് പറയാൻ പറഞ്ഞു, ഞാൻ മാപ്പ് ചോദിക്കണോ, തരേണ്ടതൊക്കെ അമ്മ ഇല്ലേ? നമുക്ക് അങ്ങനെ ഒരു മടിയും വിചാരിക്കേണ്ട മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട്. മാപ്പ് എന്നതൊരു വാക്ക് തന്നെ, പ്രായശ്ചിത്തം എന്നുള്ളത് തന്നെ അർത്ഥത്തിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. നമ്മളൊക്കെ പ്രായശ്ചിത്തം ചെയ്യാറുണ്ട്. എവിടെ പോയാ തിരുമിറ്റക്കോട്ട് പോയിട്ട് അമ്മയ്ക്ക് അച്ഛന് പ്രായശ്ചിത്തം ചെയ്യാറുണ്ട് ഇല്ലേ? ഇതാ 1 ഉറുപ്പ്യ എടുത്ത് വയ്ക്കും, അതന്നെ തിരിച്ചെടുക്കും, പിന്നെ അതന്നെ. ഇതാണ് ദാനം നമ്മളുടെ ഇല്ലേ? ചിന്തിക്കണം, ഇതൊക്കെ ചെയ്യണത് ശരിയാണോ എന്നൊക്കെ ചിന്തിക്കണം ഇല്ലേ? വീട്ടോട് പോകാറില്ലേ? അച്ഛൻ നമുക്ക് സാധാരണ പോകാറില്ലേ? 1 ഉറുപ്പ്യ നാണയം കയ്യിലുണ്ടോ? ആ ഉണ്ട്, ഇല്ല എന്നാ പിടിച്ചോളൂ. ഒരിടത്ത് എന്താണ് പശുദാനം വെച്ചു, അതൊരു തിരിച്ചെടുക്കൂ. കൊടുത്തതാണ് തിരിച്ചെടുക്കാൻ പറ്റൂ? ഇല്ലല്ലോ. ഭാഗവതത്തിനെ പറ്റി കഥകളൊക്കെ ഉണ്ട്, നല്ല നല്ല കഥകളൊക്കെ ഉണ്ട്. ദേവി ഭാഗത്ത് ഇതിനെക്കാട്ടിന് രസമാണ്. 9 നവാഹങ്ങളൊക്കെ ഇതുണ്ടല്ലോ, നടക്കുമ്പോൾ ഉണ്ടല്ലോ. നവാഹത്തിലൊക്കെ ദേവി മാത്രമേ പറയുന്നുള്ളൂ. ഈ ഭദ്രകാളിയൊക്കെ അവതാരങ്ങളൊക്കെ എന്താ ഗംഭീരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് അറിയാം. നിങ്ങളൊക്കെ കഥ കേൾക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഉണ്ടാവട്ടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആര് വേണം? നിങ്ങൾ അമ്പലത്തിന്റെ കൂടെ, കമ്മിറ്റിക്കാരുടെ കൂടെ നിൽക്കണം. എന്നാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നടക്കില്ല. കാരണം എന്തെങ്കിലും അവർക്കന്നെ, ഞാൻ അവരും ഒരിക്കലും പറയില്ല. കാരണം എന്തെങ്കിൽ അതിന്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഞാനൊരു അമ്പലം അങ്ങനെ ഏറ്റി നിൽക്കുന്നുണ്ട്, എനിക്കും അറിയാം അതിന്റെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് അറിയാം. ദശമൂത്ര അമ്പലം ഉണ്ട്, അത് ഏറ്റി നിൽക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് വേണ്ട, ആൾക്കാർക്ക് ഇതാ നോണ്ട് TV കാണുക. ഈ ഒരു സാധനം മുമ്പിലുണ്ട്, 7 മണി തൊട്ടിട്ട് അവിടേക്ക്. ഒരാളെ അമ്പലത്തിൽ 7 മണിക്ക് ശേഷം കാണില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പേ സീരിയലിനുള്ളിൽ കയറിയിരിക്കും. അതൊന്നും ഇല്ലാണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലൊക്കെ വന്ന് ഈ കമ്മിറ്റിക്കാരുടെ കൂടെയൊക്കെ നിന്ന് അവരോടൊക്കെ സഹകരിച്ച്, ആ തിരുമേനി ഉണ്ട്, തിരുമേനിക്കൊക്കെ നിങ്ങളെ കാണുന്നതൊക്കെ വളരെ സന്തോഷം ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കണ്ണ് തുറന്നിട്ടായിരിക്കണത്. ആ കണ്ണ് തുറന്നിരിക്കാൻ നിങ്ങൾ തുറപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലേ? നമ്മളിപ്പോ ദീപാരാധനയ്ക്ക് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കണ്ണ് അടയ്ക്കാണ്ട് അങ്ങനെ കണ്ണ് തുറന്നുകൊണ്ട് നിൽക്കും ഇല്ലേ? ഒന്ന് തുറന്നാൽ മതി. ഞാനാദ്യം കാണണം എന്നിട്ടില്ലേ നമ്മൾ നിൽക്കല്ലേ ദീപാരാധന സമയത്ത്? ഭഗവാൻ എല്ലാവരും കാണുന്നുണ്ട് ഇല്ലേ? അത് നമുക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു സെൽഫിഷ് പോയിന്റ് ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൃഷ്ണൻ എന്താ മറ്റുള്ളവരുടെ കൃഷ്ണനൊന്നും അല്ലേ, എനിക്ക് മാത്രമേ കൃഷ്ണനേ ഉള്ളൂ? ആ ചിന്ത പാടില്ല. എല്ലാവരുടെ കൃഷ്ണൻ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ഭാവത്തിലൂടെ അടുത്ത് എല്ലാവരോടും സ്നേഹത്തോടും സമാധാനത്തോടും കൂടിയിട്ടും ആ ജീവിക്കാനാണ് അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തായാലും എൻ്റെ ഈ ശ്രവണം കുറച്ചു നേരം കേട്ട് നിങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് എന്തായാലും അവസാനിപ്പിക്കാം. എന്തായാലും ഭക്ഷണമൊക്കെ റെഡിയാകുന്നുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം. എന്തായാലും ഇങ്ങനത്തെ ഒരു അമ്പലത്തിൽ വന്ന്, പുതുക്കുളനൊക്കെ അമ്പലത്തിൽ വന്നിട്ട് അമ്മയെ കാണാനും നിങ്ങളെമാരുള്ള സജ്ജനങ്ങളോടൊക്കെ ഒന്ന് കൂട്ടുകൂടാനൊക്കെ ഒരു ഭാഗ്യം സിദ്ധിച്ചത് ആ അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് എന്നത് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ചും കമ്മിറ്റിക്കാരെ ക്ഷണിച്ചതുകൊണ്ട് വന്നതാണ്. എന്തായാലും അവർക്കും എൻ്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഈ അമ്പലം ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും തൽക്കാലം നിർത്തട്ടെ. ഹരിനാരായണ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.